ആദ്യമായിട്ടായിരിക്കും ഒരു NDA സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലെ പിക്ചർ പിണറായി വിജയൻ്റെതാണ് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഞാൻ അദ്ദേഹം തമ്മിൽ ഇന്നുവരെ മിണ്ടിയിട്ടില്ല. പക്ഷെ എന്നെ ഇവിടെ മുഖ്യമന്ത്രി വിശ്വസ്തനാണ് എല്ലാവരും പറയാം. അപ്പോൾ ആ ഒരു ബന്ധമാണ് ആ പ്രൊഫൈൽ ഫോട്ടോ ഇന്നും മാറ്റാത്തത്. സ്വാഭാവികമായിട്ട് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആ മുഖം പെട്ടെന്ന് വരുമ്പോൾ മണ്ണാർക്കാരിൽ ഒരു ചോദ്യചിഹ്നം സ്വാഭാവികമായിട്ട് വരും അല്ലേ? എന്തുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ളത് എങ്ങനെയാണ് ചോദ്യത്തിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ കടുത്ത CPM തന്നെയാണ്. ഞാൻ അതിൽ യാതൊരു തർക്കവും എനിക്കില്ല. CPM-ന്റെ സഹായവും സപ്പോർട്ടും പിന്തുണയും എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്, നാളെ ഇലക്ഷനിലും കിട്ടും. CPM-ൽ നിന്നും CPI-ൽ നിന്നും വ്യക്തമായ വോട്ട് എനിക്ക് കിട്ടും. അപ്പം എൻ്റെ മകൻ എന്നെ വിളിച്ച് പറഞ്ഞു, അപ്പച്ച ഞാൻ നാട്ടിലുണ്ടെങ്കിൽ അപ്പച്ചനെ വോട്ട് ചെയ്യില്ല. ഇന്നെന്റെ മകനായിട്ട് അപ്പനായതുകൊണ്ട് വോട്ട് ചെയ്യണം എന്നില്ല, അപ്പനായില്ല. എന്തുകൊണ്ടാ അപ്പൻ സ്ഥാനാർത്ഥിയായിട്ട് പോലും വോട്ട് ചെയ്യില്ല എന്ന് മകൻ പറയുന്നതിന് അവനെ വളർത്തി കടുത്ത CPM-മാരുടെ കൂട്ടത്തിലാണ് വളർത്തി. അപ്പനേക്കാൾ വലുതാണോ പാർട്ടി? അങ്ങനെയാണോ? അല്ല, അപ്പനായിട്ട് വലുത് പാർട്ടി എന്നല്ല. ഈ കുറെ കൂടി താരങ്ങളെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നു, സീറ്റ് പ്രതീക്ഷിക്കുന്നവരെ വരെ മാറി താരങ്ങൾ കയറി വരുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. യോജിപ്പാണോ വിയോജിപ്പാണോ? അത് വിയോജിപ്പാണ്. ഇന്നസെന്റ് MP ആയിട്ടുള്ള നാട് കൂടിയാണ്. ഇന്നസെന്റ് MP ആയത് CPM ഒന്നുകൊണ്ടാണ്. പാലക്കാട് പിഷാരടി ജയിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. 100% ഒരു സാധ്യത. അത്രത്തോളം വിജയം സുനിശ്ചിതമാണോ? ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ചോളം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ചെയ്യുന്നവരെ. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വർണം കൊണ്ടുവരുന്ന ആളെന്ന് വരെ ശോഭാജി പറഞ്ഞിട്ടുണ്ട്. അവർക്കൊരു കഴിവുണ്ട്. അവരെവിടെ മത്സരിച്ചാലും നിലവിൽ 50,000 വോട്ടിലൊക്കെ 1.5 ലക്ഷം വോട്ടാക്കിയിട്ടുണ്ട്. മലമ്പുഴ സംബന്ധിച്ചോളം അവർക്കൊരു കഴിവുണ്ട്. ആ കഴിവ് അവർ ശക്തമാണ്. മാറാത്തത് മാറും അല്ലെ? തീർച്ചയായിട്ടും മണ്ണാർക്കാടിലെ മാറ്റാൻ ഒത്തിരി കാര്യങ്ങൾ മണ്ണാർക്കാടിന് ഒരു പ്ലാൻ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. മണ്ണാർക്കാടിനെ പൊന്നാക്കും എന്നേ പറയാനുള്ളൂ. കാരണം ഞാൻ പറഞ്ഞൊക്കെ ഇവിടെ നടപ്പിലാവും. ഞാൻ മന്ത്രി ആവണമെന്നൊന്നും അതിനില്ല. നടപ്പിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇനി ആര് എന്ന രാഷ്ട്രീയ കേരളത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വളരെ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിലെ മണ്ണാർക്കാടിൻ്റെ ചരിത്രത്തിൽ പുതിയ മുഖമായിട്ട് മാറുന്ന പുതുചരിത്രം കുറിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഇന്ന് ഓപ്പൺ മൈക്ക് വിത്ത് റോഹനിലോട് കൂടിയുള്ളത്. ഏറ്റവും ബഹുമാന്യമായിട്ടുള്ള ഐസക് വർഗീസ് സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. യെസ്, ഈ പുതിയ മുഖം പുതിയ ചരിത്രം എന്ന് പറഞ്ഞെങ്കിലും മണ്ണാർക്കാടിൻ്റെ മുഖം ഒട്ടും പുതിയതല്ല അല്ലേ എന്ന് തന്നെ പറഞ്ഞു തുടങ്ങേണ്ടിയിരിക്കുന്നു. എന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഒരു സ്ഥാനാർത്ഥിത്വം എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തനമായിട്ടുണ്ട്, ബിസിനസ് രംഗത്ത് സജീവമായിട്ടുണ്ട്. പക്ഷേ ജനപ്രതിനിധി എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ കുറേ കൂടി റെസ്പോൺസിബിലിറ്റീസ് അവിടെ കൂടി വലിയ അല്ലേ, കുറേ കൂടി ഉത്തരവാദിത്തം ഏറുന്നൊരു മേഖല കൂടിയാണ് ഉണ്ട്. അപ്പോൾ ഇതുവരെ ബിസിനസ്സുകാരനായിട്ട് സജീവമായിട്ടുണ്ടായിരുന്നു, പൊതുപ്രവർത്തനമായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പൊതുപ്രവർത്തനത്തിൽ നിന്ന് ജനപ്രതിനിധിയായിട്ട് മാറുക എന്നൊരു വേഷപ്പകർച്ചയ്ക്ക് കൂടിയുള്ള സമയം കൂടിയാണ്. എത്രത്തോളമാണ് പ്രതീക്ഷകൾ? മണ്ണാർക്കാടിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ തന്നെ പരിഗണിക്കേണ്ടതായിരുന്നു. അത് ചില രാഷ്ട്രീയവും രാഷ്ട്രീയത്തിൻ്റെ കുതന്ത്രങ്ങളുണ്ടല്ലോ. ആ കുതന്ത്രത്തിൽ ഞാൻ കുറച്ച് പിന്നിലാണ്. ഞാൻ ആത്മാർത്ഥമായ സത്യസന്ധമായ രാഷ്ട്രീയമാണ് എൻ്റെ മുഖം. പക്ഷേ ആ കുതന്ത്രത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പെട്ടുപോയെന്നേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിച്ചില്ല. ഞാൻ സീറ്റ് വളരെ ഭംഗിയായിട്ട് അർഹതപ്പെട്ട അവരെന്നെ ആവശ്യപ്പെട്ടവർക്ക് തന്നെ പിന്നെ ആ സീറ്റിൽ ഞാൻ എൻ്റേതായ അവകാശവാദം ഉന്നയിച്ചില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനായിരുന്നു ഞാൻ പാസ്സാവുന്നുള്ളൂ. ആ ജയിക്കുമെന്ന് പറഞ്ഞ സീറ്റ് വിട്ടുകൊടുത്തൊരു എൻ്റെ ഒരു കാഴ്ച, എൻ്റെ ഒരു മനസാന്നിധ്യം, എന്താ പറയുന്ന എൻ്റെ ആത്മാർത്ഥനെ ഈ ടൈം ഒരു ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ മത്സരിക്കേണ്ടി വന്നത്. പക്ഷേ എപ്പോഴും ഐസകേനെ പരിചയമുള്ളവർക്കൊക്കെ എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവായിട്ട് ഏത് പ്രവർത്തനത്തിലും മുമ്പിൽ നിൽക്കുന്നൊരു വ്യക്തിത്വമാണ്. ഇലക്ഷൻ പ്രചരണം തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആ മുഖം പെട്ടെന്ന് വരുമ്പോൾ മണ്ണാർക്കാരിലൊരു ചോദ്യചിഹ്നം സ്വാഭാവികമായിട്ട് വരും അല്ലേ? എന്തുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ളത് എങ്ങനെയാണ് ചോദ്യത്തിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത്? അല്ല, ഞാൻ അതിൽ പറയാനുള്ളത് ഞാൻ കടുത്ത CPM തന്നെയാണ്. ഞാൻ അതിൽ യാതൊരു തർക്കവും എനിക്കില്ല. CPM-ന്റെ സഹായവും സപ്പോർട്ടും പിന്തുണയും എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്, നാളെ ഇലക്ഷനിലും കിട്ടും. അത് ഞാനും പാർട്ടിയും തമ്മിലുള്ളൊരു മാനസിക ബന്ധത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം എന്നെ ഇതുവരെ എൻ്റെ സഹാക്കളൊക്കെ വിളിച്ചിട്ട് കുറേ പേര് എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ പാർട്ടിയിൽ നിന്ന് മാറിപ്പോണു എന്നുള്ള വിഷമം കൊണ്ടുള്ള ചീത്തയാണ്. ഒരാളും ഞാൻ തിരിച്ചു പറഞ്ഞില്ല. മറ്റൊരാളായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ തിരിച്ചു പറയും, വേറെ ആരാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ അവർക്ക് അത്രമാത്രം എൻ്റെ സ്നേഹമുണ്ട്, എനിക്ക് അവരുടെ സ്നേഹമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ പ്രവർത്തന രീതികൾ അവർക്കറിയാം. ഞാൻ താഴെ കടയിൽ കുറച്ച് കാലം വർഷങ്ങൾക്ക് മുമ്പാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ എന്നാലും പാർട്ടി എന്ത് കാര്യത്തിനും
ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് മനസ്സ് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഓക്കെ. ഞാൻ CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കത്ത് കൊടുത്തു. അവരുടെ പ്രകാശ് ബാബു അവരുടെ മറ്റു സഖാവിന് സ്റ്റേറ്റ് നേതാക്കൾക്ക് കത്ത് കൊടുത്തു. ജില്ലാ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തു. എന്നിട്ട് പോലും എന്താണ് ഐസക്ക് ഈ അവകാശവാദം ഉന്നയിക്കണേ, എന്തുകൊണ്ടാണ് ഐസക്ക് ഈ സീറ്റ് ചോദിക്കാനുള്ള കാരണം എന്നവർ വിളിച്ചു ചോദിച്ചില്ല. അതാണ് ഏറ്റവും വലിയ CPIക്കാർ എന്നോട് ചെയ്തൊരു തെറ്റ്. ആ വിഷമം നിലനിൽക്കെ അവരായിട്ടുള്ള മാനസികമായിട്ടുള്ള അടുപ്പവും ബന്ധവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ അവരുടെ LDFന്റെ സെക്രട്ടറിയാണ് ഞാൻ കെട്ടിപ്പിടിച്ച് വർത്തമാനം പറഞ്ഞപ്പോൾ നമ്മുടെ താലൂക്ക് ഓഫീസിൽ വെച്ചിട്ട്. ഞാൻ ആ ചോദ്യം ചോദിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്, ഞാൻ ചേർത്ത് വെക്കുകയാണ്, ഞാൻ ഉത്തരത്തിലോട്ട് വരാം. കാരണം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു NDA സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലെ പിക്ചർ പിണറായി വിജയൻ്റേതാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എപ്പോഴും എവിടേക്കോ നയങ്ങളിലും ആശയങ്ങളിലും മാറ്റം വന്നിട്ടില്ല, അതിനോട് യോജിക്കുന്നുണ്ടോ? ആ ഫോട്ടോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ പിണറായി സഖാവ് മുഖ്യമന്ത്രിയായതിനു ശേഷം പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ വയ്യ ഒരു അസുഖം വരുന്ന വന്ന കാലഘട്ടത്തിൽ ഇന്ന് വരെയും പിന്നെ ആർക്കും ഷാൾ ഇടാനുള്ള പെർമിഷൻ, ഒരാൾ അങ്ങനെ അദ്ദേഹത്തെ ഷാൾ പോപ്പിച്ചാൽ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. അന്നൊരു സ്പെഷ്യൽ പെർമിഷനിൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള VJT ഹാള് ശ്രീ അയ്യങ്കാളിയുടെ ഹാളാക്കി മാറ്റുന്ന സമയത്ത് അന്ന് എല്ലാ MLA എല്ലാവരും ലൈനിൽ നിർത്തിയിട്ട് അവിടുന്ന് സെപ്പറേറ്റ് എൻ്റെ ഒരു ആവശ്യം ഞാൻ സ്പെഷ്യൽ അവരുടെ സ്ക്വാഡിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വാങ്ങിയപ്പോൾ അതിനെന്താ ഐസക്കല്ലേ എന്ന് പറഞ്ഞാൽ ആ ഷാൾ ഇടാനുള്ള പെർമിഷൻ തന്നാണ്. അങ്ങനെ ഷാളിട്ട ഫോട്ടോ ഇവിടുത്തെ ഒരു നേതാക്കന്മാർക്കും കാണിക്കാം, കൂടെ നിന്ന് ഫോട്ടോ ഒന്ന് കാണിക്കാം. പിണറായി സഖാവിന് ഷാളിട്ട് ഷെയ്ക്കൻ്റെ കൊടുക്കുന്ന ഫോട്ടോ ഒരു സഖാക്കളും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും മാനസിക ബന്ധമുണ്ട് എനിക്ക് അദ്ദേഹവുമായിട്ട്. എന്നാൽ ഞാൻ അദ്ദേഹം തമ്മിൽ ഇന്നുവരെ മിണ്ടിയിട്ടില്ല. പക്ഷെ എന്നെ ഇവിടെ മുഖ്യമന്ത്രി വിശ്വസ്തനാണ് എല്ലാവരും പറയാം. അപ്പോൾ ആ ഒരു ബന്ധമാണ് ആ പ്രൊഫൈൽ ഫോട്ടോ ഇന്നും മാറ്റാറുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു വിശ്വസ്തനാണെന്ന് കൂടെ പറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ശരിക്കും ഒരു NDA സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗം നിൽക്കുന്നവർ ഏതെങ്കിലും രീതിയിലേക്കുള്ള വിയോജിപ്പ് പറയുകയോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഒത്തിരി പേർക്ക് വിഷമമുണ്ട്. പക്ഷെ LDFന്റെ വോട്ടിൽ CPMന്റെ വോട്ട് എന്തായാലും എനിക്ക് കിട്ടും, അതെൻ്റെ വിശ്വാസമാണ്. ചെയ്യണമെന്നൊന്നും ഞാൻ അവർ വോട്ട് ചോദിച്ചു പോകുന്നില്ല എൻ്റെ ഒരു സർക്കിളടുത്തും. പക്ഷെ CPMൽ നിന്നും CPIയിൽ നിന്നും വ്യക്തമായ വോട്ട് എനിക്ക് കിട്ടും. അത് എന്നെ സ്നേഹിക്കുന്നവരെ വോട്ടാണ്. അത് CPI വിചാരിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ CPI വിചാരിച്ചുകൊണ്ടോ അത് നിർത്താൻ പറ്റില്ല. കാരണം അത് സാധാരണക്കാരും തമ്മിലുള്ള ബന്ധമാണ്, നേതാവും അനുയായും തമ്മിലുള്ള ബന്ധമല്ല. അതുകൊണ്ട് അത് എനിക്ക് അർഹതപ്പെട്ട വോട്ടുകൾ മുഴുവൻ അതിൽ നിന്ന് കിട്ടും. ഈ മണ്ണാർക്കാട് രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ഹാട്രിക് വിജയം നേടിയിട്ടുള്ള സിറ്റിംഗ് MLA തന്നെയാണ് 4ാം വട്ടം കളത്തിലിറങ്ങണത്. 11-ലാണെങ്കിലും 16-ലാണെങ്കിലും 21-ലാണെങ്കിലും ഷംസുദ്ദീനോട് MLA ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ അത്രയും ഒരു സേഫ് സോണായിട്ട് ഉറച്ച മണ്ഡലമായിട്ട് വിശ്വസിക്കുന്നു ഒരു പക്ഷത്ത്. എൻ്റെ അപ്പുറത്ത് ഇടതുപക്ഷത്തിൻ്റെ തന്നെ മണ്ണാർക്കാടുകാരൻ എന്നുള്ള വിശേഷണത്തോടു കൂടി തന്നെ മത്സരാർത്ഥിയായിട്ട് വരുന്നു. അപ്പം ഷംസുദ്ദീൻ മനസ്സിൽ അതിനൊപ്പം തന്നെ ഐസക് സാർ കൂടെ വരുന്ന സമയത്ത് ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണ മത്സരം സംഭവിക്കുകയോ എങ്ങനെ പ്രതീക്ഷകൾ ആ രീതിയിൽ കാണാം? അദ്ദേഹം ഹാർട്ടിക്ക് മേടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം CPI എനിക്ക് സീറ്റ് ഇറത്തോണ്ടാണ്, അല്ലെങ്കിൽ അത് മേടിച്ചിട്ടുണ്ടായിരിക്കില്ല, അതിൽ തീർന്നുണ്ടാവും. പിന്നെ ഇപ്രാവശ്യത്തെ ജയം അത് അദ്ദേഹം ചിന്തിക്കേ വേണ്ട. ഷംസുദ്ദീനും ചിന്തിക്കേണ്ട, ഒരു 4ാം വട്ട തുടർച്ച ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അതേപോലെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയെ CPIയുടെ കാൻഡിഡേറ്റും അത് പ്രതീക്ഷ വേണ്ട. കാരണം ഇവിടുത്തെ ജയം അത് എനിക്ക് മാത്രമുള്ള ജയമാണ്. ഞാൻ മാത്രമായി ഈ 55 വയസ്സിനുള്ളിൽ കളത്തിൽ ഇറങ്ങി കളിക്കുന്ന ഒരു രാഷ്ട്രീയ കളിയാണിത്. ഇതിവിടെ രാഷ്ട്രീയമുണ്ട്, ബന്ധങ്ങളുണ്ട്. ഇവിടെ ബന്ധങ്ങളുടെ പ്രാധാന്യമാണ് ഇവിടുത്തെ വിജയം. ഇവിടുത്തെ വോട്ടിൻ്റെ പാറ്റേണും അങ്ങനെയാണ്. ഇവരാരെന്ത് കണക്ക് കൂട്ടിയാലും ഒരിക്കലും എൻ്റെ വിജയത്തെ ഒരു കാര്യം പിടിച്ചു നിർത്താൻ പറ്റില്ല. ആ പ്രതീക്ഷയിൽ ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുന്ന കാര്യം എന്താ? ഇത്രത്തോളം ഫ്യൂവലായിട്ട് മാറുന്ന ഒരു സംഭവം എന്താ? ഈ വിജയം എനിക്കല്ലാതെ മറ്റൊരാൾക്കും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പക്ഷെ അവരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ആണോ? ഒന്നെൻ്റെ വിശ്വാസമാണ്. ഞാൻ വിശ്വസിക്കുന്നവരെല്ലാവരും എൻ്റെ ഒപ്പമുണ്ട്. നമുക്ക് സ്നേഹത്തെ പറ്റിയ ആൾക്കാരെ പോലെ ചിലർ കാര്യം നടക്കാൻ സ്നേഹിക്കും, ചിലർ കാര്യം നടന്നു കഴിഞ്ഞാൽ വിട്ടുപോകുന്നൊക്കെ. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഭയുണ്ട്. ആ സഭ എന്ന് പറയുന്നത് എന്നെ വളരെ വിശ്വസിക്കുന്ന സഭയാണ്. ഞാൻ അവരേനി ആ ഒരു വിശ്വാസമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഒരാളാണ്. ദൈവത്തിൽ അമിതമായ വിശ്വാസം എന്ന് വെച്ചാൽ ദൈവത്തിൽ വിശ്വാസം കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി എല്ലാ വിശ്വാസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതും എൻ്റെ സഭയിലുള്ള ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ ആ ഒരു വിശ്വാസം ഒന്ന്. രണ്ട്, മറ്റുള്ളവർക്ക് എന്നോടുള്ള ബന്ധവും ഇഷ്ടവും. ഞാനിവിടെ ജയിച്ചു വന്നാൽ എന്താണ് ഈ നാട്ടിലുണ്ടാവുന്ന മാറ്റം എന്നുള്ളതാണ്.
ആ മാറ്റത്തെക്കുറിച്ച് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അവരൊക്കെ ഇന്ന് ചർച്ചയാണ് ഇവിടെ. ഓക്കെ. ഐസകടൻ ജയിച്ചു വന്നാൽ ഇവിടെ മാറും. ആ മാറുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്നലെ യാദൃശ്യമായി അട്ടപ്പാടി വഴി കൂടെ പോകുമ്പോൾ ഞാൻ പണ്ട് തോർത്തൊരു പള്ളിയിലെ ഒരു പാരിഷുകാൾ കാണുന്നു. അത് എനിക്കറിയില്ല, ഞാൻ പണ്ട് തോർത്ത, എനിക്കറിയാം ഞാൻ പണ്ട് തോർത്ത, പക്ഷേ ആ പള്ളിയാണ് ഞാൻ ഊട്ടി ചോദിക്കാൻ പോണ പള്ളിയിൽ നിന്ന് ഞാൻ അവിടെ പോയപ്പോഴാണ് അറിയുന്നത്. കാരണം അവിടെ എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണോ ബിജച്ചൻ ഇരുന്ന പള്ളിയിൽ നിന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാൻ ആ പള്ളി കണ്ടിട്ടില്ല, ഞാനത് ചെയ്യാൻ എനിക്കറിയില്ല. അതാണ് സത്യം. ഇതേപോലെ തന്നെ ഞാൻ ചെട്ടിക്കാട് പള്ളി പോകുമ്പോൾ അവിടെ വലിയൊരു രൂപം നിൽക്കുന്നത് കാണാം. ഞാൻ അവിടെ എൻ്റെ പേര് എഴുതിയേക്കാൾ ബോർഡൊന്നും കൊടുത്തിട്ടില്ല. ഇവിടുന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എൻ്റെ കുടുംബക്കാർ പോയപ്പോഴാണ് അതിൻ്റെ അടിയിൽ ഐസക് വറീസ് എഴുതിച്ചാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അതാണ് ദൈവവും ഞാൻ തമ്മിലുള്ള ബന്ധം. ആ ഒരു ബന്ധം എൻ്റെ ഏറ്റവും വലിയ വിശ്വാസമാണ്. ആ വിശ്വാസം ഇപ്രാവശ്യം ഓട്ടായി മാറും. അത് ഓട്ടായി മാറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ 4ാം തവണ മത്സരിക്കുന്ന ശ്രീ ഷംസുദ്ദീൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസമാണല്ലോ എന്നെ പൊറപ്പിക്കേണ്ടത്. ആ വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. 2 വിശ്വാസങ്ങളുണ്ട്, ദൈവവിശ്വാസമുണ്ട്, ഇവിടുത്തെ ജനങ്ങളിലുള്ള വിശ്വാസം ഉണ്ടെന്നുള്ളത്. ദൈവവിശ്വാസത്തിൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് ചോദിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വിശ്വാസം ഉള്ളിൽ നിൽക്കുക തന്നെ എപ്പോഴും എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഒരു മതേതര പാർട്ടിയാണ് എന്നുള്ളത് അടിയുറച്ചിട്ട് ഇപ്പോഴും ഉറക്കെ പറയാൻ പറ്റുമോ? എൻ ഡി എ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും ഞാൻ BDJS നോമിനിയാണ്. സ്വതന്ത്രനായിട്ട് പൊതുരംഗത്ത് മത്സരിക്കാൻ വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പ്രവർത്തനം എന്നെക്കുറിച്ചും അവർ അവർക്ക് അവരുടേതായ രീതിയിൽ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഞാനൊരു കാൻഡിഡേറ്റ് വന്നാൽ അവർക്കും വലിയ ഗുണമുണ്ട്. പക്ഷെ ഒരു സഖ്യകക്ഷിയായിട്ട് നിൽക്കുന്ന സമയത്ത് BJP രാഷ്ട്രീയത്തിൻ്റെ അവരുടെ നയങ്ങളോടോ ആശയങ്ങളോടോ ഏതെങ്കിലും രീതിയിൽ വിയോജിപ്പുണ്ടോ? അല്ല, അങ്ങനെ അവരുടെ ആശയങ്ങളിലേക്ക് വിയോജിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അവരുടെ ആശയങ്ങൾ ഞാൻ ഉൾക്കൊണ്ട് വരുന്നല്ലോ. അതിൽ നമുക്ക് വിശ്വസിക്കാനോ വലിയ നമുക്ക് മനസ്സിലാക്കാനോ പറ്റാത്ത ആശയങ്ങൾ നമുക്ക് പറയാലോ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തപ്പെടില്ലോ, അതാണ് രാഷ്ട്രീയം. പക്ഷെ അവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരല്ല, കാരണം അവരും അവരുടേതായ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഉണ്ട്. ഈ പലപ്പോഴും ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ BDJS ആണെങ്കിലും 2020 ആണെങ്കിലും ഇപ്രാവശ്യം BJPയുടെ സഖ്യകക്ഷികളായിട്ട് NDAയുടെ ഭാഗമായിട്ടുണ്ട്, മുന്നണിയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ പലപ്പോഴും ഇത്തരം മാറ്റങ്ങൾ ഇലക്ഷനിൽ നമ്മൾ കാണാറുണ്ട്. ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടെടുക്കും തോറും ഈ മാറ്റങ്ങൾ വരാറുണ്ട്. ഇത് എവിടെ കുറേയും കൂടി ഈ നയങ്ങളോടും അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളോടുള്ള യോജിപ്പോ വിയോജിപ്പോ ഒരു കാരണമാണോ, ഒരു ഘടകമാണോ അതിന്? അല്ല, നയങ്ങളോടല്ല. ഇത് പലവരും പല രീതിയിലുള്ള രാഷ്ട്രീയക്കാരാണ്. ചിലവരെ സംബന്ധിച്ചോളം അവർക്ക് അർഹതപ്പെട്ട് കിട്ടാത്തൊരു വിഷമമുണ്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് താഴെക്കട വാൾ പോസ്റ്റ് ഒട്ടിച്ചിട്ടും ലോണും പണി എടുത്ത് വളർന്നു വരുന്നവരുണ്ട്. അവരെന്നും അതായിട്ട് ജീവിച്ച് അതായിട്ട് മരിക്കുകയാണ്. അവർ വേറൊരു ലോകം അറിയുന്നില്ല. എന്നാൽ ഒരു പ്രാവശ്യം MLA മന്ത്രി ആയ ആള് അദ്ദേഹം ആ സുഖം കിട്ടിയതിനു ശേഷം പിന്നീട് അത് നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യണം. അവിടെ അവർക്ക് രാഷ്ട്രീയമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ കളി എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ ഒരു MLA ഒരാൾ ജയിച്ചു വന്നാൽ ആ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് തോന്നും അത് ദുഃഖമാണ്, അവർക്ക് ഭയങ്കര റിസ്ക് ഉണ്ട്, ഭയങ്കര ഒന്നുമില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ റിസ്ക് പോലും ഒരു MLAക്ക് ഇല്ല. പഞ്ചായത്ത് മെമ്പർക്ക് ഒരു കാര്യം നടത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് വീട്ടിൽ കിടന്നുറങ്ങാൻ ദൂരം കിട്ടില്ല, അയൽവക്കക്കാർ വന്നിട്ട്. MLA സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു വിഷയമില്ല. പിന്നെ ഒരു MLA ആയി കഴിഞ്ഞാൽ ബഹുമാനം കൂടുതൽ കിട്ടിത്തുടങ്ങി, സൗകര്യങ്ങൾ കൂടുതൽ കിട്ടിത്തുടങ്ങി, കോൺട്രാക്ടർമാർ വീട്ടിൽ വന്നു തുടങ്ങി, അങ്ങനെ പല പല സൗകര്യങ്ങൾ കൂടി വരും. പിന്നെ സുഹൃത്തുനിന്ന് ആരും പിന്നിലേക്ക് പോവില്ല. അതുകൊണ്ടാണ് 4, 5, 6 പ്രാവശ്യം മത്സരിച്ചിട്ടും ഇപ്പോഴും പല മുന്നണിയിലെ പല നേതാക്കന്മാരും മത്സരിക്കാൻ വേണ്ടി വാശി പിടിക്കുന്നത്. 75 വയസ്സായാലും 65 വയസ്സായാലും 80 വയസ്സായാലും. അപ്പോൾ അവർക്ക് മാറി കൊടുക്കണില്ല. യുവാക്കൾക്ക് മാറ്റം അനിവാര്യമാണ്, പക്ഷെ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്ത് തോന്നുന്നു സ്വാഭാവിക ഈ ഒരു പ്രായപരിധി ഇതിന് വെക്കേണ്ടതുണ്ടോ? ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് രാഷ്ട്രീയ ജീവിതത്തിലും പൊതുപ്രവർത്തനം ചെയ്യുമ്പോൾ റിട്ടയർമെൻറ്റ് ആവശ്യമില്ല. പൊതുപ്രവർത്തനം നിൽക്കുമ്പോൾ ഒരു ജനപ്രതിനിധിയായിട്ട് ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു 55 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു തലമുറയ്ക്ക് വഴിമാറി കൊടുക്കേണ്ടതുണ്ട്, അവർ പിന്നെ മത്സരിക്കേണ്ടതില്ല എന്നൊരു അത് നല്ലൊരു തീരുമാനമാണ്. ഒരു മാക്സിമം ഒരു വ്യക്തി രാഷ്ട്രീയക്കാരൻ 60 വയസ്സ് വരെ രാഷ്ട്രീയത്തിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് അദ്ദേഹം തന്നെ നോർമലല്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ തന്നെ മറന്നു പോകും സത്യത്തിൽ. ഇത് 70-75 വയസ്സ് വരെ വെറുതെ പിടിച്ചു തൂങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അത്രയും പ്രവർത്തിച്ച് വന്ന ഒരാളാണ്. എന്നാൽ ചിലവർക്ക് അത്ര പ്രായമായിട്ട് സീറ്റും കിട്ടാത്തവരുണ്ട് കേട്ടോ. എങ്കിലും യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കണം. അവർക്ക് അതിൻ്റെതായ ആ പിന്തുണ ആ സപ്പോർട്ട് ചെയ്ത് അവരെ വളർത്തി കൊണ്ടുവന്നാൽ അടുത്ത തലമുറ വലുതായി വരുമല്ലോ. ഇത് തലമുറ കൈമാറാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരും തയ്യാറല്ല. അധികാരം അവരുടെ കയ്യിൽ നിന്ന് പോകരുത്. അവിടെ സ്വന്തം മകനെ പോലും മരിക്കേണ്ട തലേ ദിവസം കൊണ്ട് സീറ്റ് കൊടുക്കണം. അതിനു മുമ്പേ അവരെ സീറ്റ് മകന് വേണ്ടി ഒഴിവാക്കി കൊടുക്കില്ല. അതാണ് ഇന്നത്തെ രാഷ്ട്രീയം. മക്കൾ രാഷ്ട്രീയം അല്ലേ?
മരുമക്കൾ രാഷ്ട്രീയം അല്ല, മക്കൾ രാഷ്ട്രീയം എന്നുള്ളതിലുപരി മക്കളോട് സ്നേഹമെന്ന് പറഞ്ഞാൽ അതെ. ഞാൻ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം മക്കളോട് പോലും എന്നാൽ 2 പ്രാവശ്യം ജയിച്ചു, നേരത്തെ എന്റെ മോൻ നിൽക്കട്ടെ, അവൻ വലുതായി വരില്ലേ. പക്ഷെ അതിന്റെ അപ്പുറത്ത് അതൊരു ഇതല്ലേ, അതായത് കുടുംബ വാഴ്ച എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഇത് സ്ഥാനം കഴിയുന്ന സമയത്ത് മക്കളിലേക്കും അല്ലെങ്കിൽ മരുമക്കളിലോട്ടും പോകുന്നു. ഒരു ഫാമിലിക്ക് അപ്പുറത്തേക്ക്, ഒരു സർക്കിളിന് അപ്പുറത്തേക്ക് സ്ഥാനാർത്ഥിത്വം പോകുന്നില്ല. അതും ഒരു പരിധിവരെ നിർത്തലാക്കേണ്ടതില്ല. കുടുംബവാഴ്ചയില്ലാത്ത ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസത്തെ പഠിപ്പ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് BJP എന്നാണ്. അവർക്കൊരു കുടുംബവാഴ്ച സ്റ്റൈലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടില്ല. പലവരെയും ഞാൻ വെച്ച് നോക്കുമ്പോൾ കുടുംബവാഴ്ചയുടെ കാര്യത്തിൽ BJP മറ്റുള്ളവരെ പോലെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അത് എനിക്ക് മൊത്തം ഇന്ത്യയിലെ മൊത്തം പറ്റി പഠിക്കാഞ്ഞിട്ടായിരിക്കാം. അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് ഒരു സംശയം. കാരണം ഇവിടുത്തെ പല BJP നേതാക്കന്മാരെടുത്താലും അവർ സ്ഥാനം മക്കള് അങ്ങനത്തെ ഒരു സ്ഥാനങ്ങൾ വരുന്നില്ല. അങ്ങനെയൊക്കെ ഞാൻ ഇപ്പോൾ കണ്ട എൻ്റെ ഒരു പരിചയം. മക്കള് സ്ഥാനങ്ങൾക്ക് വരാൻ ഇവിടെ അത്രത്തോളം കാൻഡിഡേറ്റ് ആയി നിന്നിട്ട് വിജയിച്ചവരായിട്ടുള്ള വളരെ അപൂർവമാണ്. അതായത് അപൂർവം മാത്രമാണ്. നമുക്ക് നിയമസഭയിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓൾറെഡി 21 രാജഗോപാൽ മാത്രമാണ് MLA ആയിട്ട് വന്നിട്ടുള്ളൂ. അത് അദ്ദേഹം ആയതുകൊണ്ട് മാത്രം ആ ഒരു ബഹുമാനം കൊണ്ട് ജയിച്ചു പോകാം. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം അവര് സീറ്റ് പിടിച്ചിരിക്കും. എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്? എൻ്റെ കണക്കിൽ അവര് മലമ്പുഴ പിടിക്കും, പാലക്കാട് പിടിക്കും, മണ്ണാർക്കാട് പിടിക്കും. പാലക്കാട് ജില്ലയിൽ അവരെന്നല്ല, ഇനി നമ്മൾ ഞാനടങ്ങുന്നതാണ്. ഞാൻ ബഹുവചനം പറഞ്ഞ ഞാനടങ്ങുന്ന ഞങ്ങൾ 3 സീറ്റ് പാലക്കാട് നിർബന്ധമായിട്ടും പിടിക്കും. 90% ശോഭ ജയിക്കും. മലമ്പുഴ കൃഷ്ണകുമാർ ജയിക്കും. മണ്ണാർക്കാട് ഐസക് വറീസ് ജയിക്കും. ഒറ്റപ്പാലത്ത് 90% മേജർ രവി ജയിക്കും. അതിനുള്ള കളമാണ് നമ്മളെപ്പോഴും പറയുന്നതാണ് A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമൊക്കെ. എന്താ പ്രതീക്ഷ? അല്ല, അത് അവിടുത്തെ മൊത്തമായ ഒരു രാഷ്ട്രീയം എനിക്ക് അറിയില്ലെങ്കിലും BJP എങ്ങനെ എന്തൊക്കെയും പറഞ്ഞാലും ഒരു 6-7 സീറ്റ് ജയിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയെങ്കിൽ ഒരു തൂക്ക് മന്ത്രിസഭ വന്നിട്ട് ഒരു നിർണായക തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് BJP വേണ്ടി വരും. അങ്ങനെ LDF-നെ സംബന്ധിച്ചുള്ള പറ്റില്ല, UDF-നെ സംബന്ധിച്ചുള്ള പറ്റില്ല. തൂക്ക് മന്ത്രിസഭയിൽ എന്നെ പോലത്തെ സ്വതന്ത്രമായി ജയിച്ചു വന്നാൽ മാത്രമേ അത് ആലോചിക്കാവുള്ളൂ. എന്നാലും അതിപ്പോൾ ഞാൻ NDA വിട്ട് നിൽക്കില്ലല്ലോ. അപ്പം അങ്ങനെ വന്നാൽ NDA ഒരിക്കലും CPM പിന്തുണ കൊടുക്കാൻ പറ്റില്ല. മാറി നിൽക്കാം, അല്ല പിന്തുണ കൊടുക്കാൻ പറ്റില്ല. LDF-നും UDF-നും പിന്തുണ കൊടുക്കാൻ പറ്റില്ല. പിന്നെ BJP-യും CPM തമ്മിലെല്ലാം പോയല്ലോ. പിന്നെ അങ്ങനെ ഒരു മുന്നണി പറയണ്ടാവില്ല ഇവിടെ. ഈ പലപ്പോഴും ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ അന്തർധാര ഭയങ്കര സജീവമാണെന്ന് പറയും. നമ്മൾ ശങ്കരാടി പറഞ്ഞ പ്രഥമ ദൃശ്യയിൽ അകൽച്ചയാണെങ്കിലും അന്തർധാര ഭയങ്കര സജീവമാണെന്ന് പറഞ്ഞ പോലെ ഈ സഖ്യങ്ങൾ പല പോലെ രഹസ്യമായിട്ട് മാറി. ഇപ്പൊ കേരള കോൺഗ്രസ് 8 ആളുണ്ട്, 4 സീറ്റ്. ചിലപ്പോൾ അത് പല ചിലപ്പോൾ മാറാം. കേരള കോൺഗ്രസിൽ നിന്നോ അങ്ങനെ മുന്നണി മാറ്റം പ്രതീക്ഷിക്കാം, സംഭവിക്കാം. അതല്ലാതെ എൻ്റെ ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് ജയിച്ചു വന്നവർക്ക് അവരുടെ ഇതിൽ നിന്ന് മാറുക, അവർ അതിൽ രാജിവെക്കേണ്ടി വരും. അതല്ലാതെ അവർക്ക് ഒരിക്കലും കൂറുമാറ്റം അവർക്കൊരിക്കലും കൂറുമാറ്റം നടത്തി അത് മാറി നിൽക്കാൻ പറ്റില്ല. അത് അവരെ സംബന്ധിച്ചോളം അവരുടെ രാഷ്ട്രീയ ബലി കൊടുക്കുന്നതിന് തുല്യമാണ്. പിന്നെ അവർക്ക് മത്സരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല. അതെ, ഈ പലപ്പോഴും നമ്മൾ ഇലക്ഷൻ വരുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കൊടുക്കും. പക്ഷേ ഐസക് വർഗീസ് സാറിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം, ഞാൻ 1 രൂപ പോലും പ്രതിഫലം വാങ്ങില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. അതായത് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ജനപ്രതിയായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ പ്രവർത്തനത്തിലാണ്, അല്ലെങ്കിൽ അത് പൊതുപ്രവർത്തനം തുടരുക, അതിനാണ് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത്. അത് കിട്ടുന്നൊരു പ്രതിഫലത്തിന് ഞാൻ ആകർഷണമാവുന്നില്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ കിട്ടുന്ന പ്രതിഫലം ഇവിടെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് എന്താ ഇങ്ങനെ ഒരു ആശയം? അല്ല, അതൊരു ആശയമല്ല, എൻ്റെ രീതിയാണത്. എന്നുവെച്ചാൽ എനിക്ക് ദൈവം എല്ലാവിധ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്. ഞാൻ താഴെ കടലിൽ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് തുടങ്ങിയതാണ് ഗുരുവായൂർ കിഴക്കാൻ നടക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് എൻ്റെ കഠിന പ്രയത്നം കൊണ്ടാണ്. 6ാം ക്ലാസ് വരെയാണ് എൻ്റെ വിദ്യാഭ്യാസ ജീവിതം. ഞാൻ അത്യാവശ്യം ഭാഷകളൊക്കെ ഇപ്പോൾ സംസാരിക്കും. അത്യാവശ്യം ഭാഷ സംസാരിക്കാനുള്ള ഒരു വിവരം എനിക്കുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇന്ന് ലോകത്തിലെ ഒരുവിധം രാജ്യങ്ങളിലേക്കും പോയിട്ടുണ്ട്. ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, അതൊക്കെ ഒരു ഭാഗ്യമാണ്. എന്നെപ്പോലെ വേറൊരു ഓട്ടോറിക്ഷ ചിലപ്പോൾ ആവാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും മുൻപിലേക്ക് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ആ മുൻപിലേക്ക് ചിന്തിപ്പിക്കാനുള്ള വഴി ഒരുക്കിയത് എരുമപ്പെട്ടിയിലെ കേരള പോലീസാണ്. എരുമപ്പെട്ടി പോലീസാണ് എന്നെ മുന്നിലേക്കുള്ള വഴി ഒരുക്കി തന്നത്. ആ വഴിയിലൂടെ ഞാൻ നീന്തി കയറി വന്നതാണ്. ആ നീന്തി കയറി വന്നതിനെ കുറിച്ച് പല ആരോപണം പലവരും ആരോപണം പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ഒരു റെയ്ഡ് നടക്കുകയെ, എൻ്റെ വീട്ടിലൊരു ഇൻകം ടാക്സ് ഒന്ന് റെയ്ഡ് ചെയ്യേ, ഇല്ലെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് റെയ്ഡ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ കാര്യം വെച്ചാൽ എൻ്റെ ഹിസ്റ്ററി നോക്കി അവർക്കറിയാം ഞാൻ വന്ന വഴി എന്താണെന്നുള്ളത്. ഇപ്പം തന്നെ ഞാൻ ഇലക്ഷനിൽ ഞാൻ കണക്ക് കൊടുത്തിട്ടുണ്ട്. ആ കണക്ക് കൊടുത്ത് 95 മുതൽ 2026 വരെയുള്ള കണക്കാണ്.
ഇന്നാണ് അത് പൂർത്തീകരിച്ച്. ശനിയാഴ്ച നോമിനേഷൻ കൊടുക്കേണ്ടത് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. എനിക്കറിയില്ലായിരുന്നു അത്രയും സാമ്പത്തിക ഭദ്രതയിലാണ് ഞാൻ ജീവിക്കണമെന്നുള്ളത്. സത്യത്തിൽ എനിക്കറിയില്ല, ഞാൻ അഹംഭാവം കൊണ്ട് പറയില്ല, എനിക്കെല്ലാം എൻ്റെ ദൈവം തന്നാണ്. പക്ഷേ എൻ്റെ അധ്വാനവും എൻ്റെ ദൈവം എൻ്റെ സ്നേഹിതന്മാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും തന്ന, വേറെ ഒരാൾക്കും അവകാശപ്പെടാല്ല. എൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ എൻ്റെ ഭാര്യ, എൻ്റെ ദൈവം, എൻ്റെ ഭാര്യ, പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാർ അവർ പിന്നെ എൻ്റെ കഠിനാധ്വാനമാണ്. വേറെ ഒരാൾക്കും എൻ്റെ ജീവിതത്തിൽ ഐസക്കിന് ഇന്ന് ചെയ്ത് കൊടുക്കുന്ന അവകാശപ്പെടാൻ ആരുമില്ല. അപ്പോൾ ഇന്ന് ആ നോമിനേഷൻ ഞാൻ പ്രതീക്ഷിക്കാട്ടി വലിയൊരു ഇതാണ് എൻ്റെ കണക്ക് കൊടുത്തിട്ടുള്ളത്. കണക്കിനെ പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അത്രയും വലിയ കണക്കിലേക്ക് ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞ സത്യത്തിൽ നിന്നാണ്. അതാണ് സത്യം. കാരണം ഞാൻ അങ്ങനെ ഒന്നും ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം ഇപ്പം എനിക്ക് പല അസുഖങ്ങളും വന്നാൽ ഞാൻ അവരെ പോട്ടെ വന്നു. ഇപ്പം 2 ദിവസം എനിക്ക് ഒരാഴ്ച മുമ്പ് എനിക്ക് ഭയങ്കര നെഞ്ഞുവേദന വന്നു പുലർച്ചെ. ഞാൻ എൻ്റെ ഭാര്യയോട് പോലും പറയാതെ ഞാൻ എടുത്ത് ഡ്രൈവറോട് പോലും വണ്ടി എടുക്കാൻ വരാൻ പറഞ്ഞു. ഡ്രൈവറെ വിളിച്ച് വരച്ച് എൻ്റെ ഒരു രീതി പറയണം. ആംബുലൻസിൻ്റെ പെട്രോൾ പമ്പിൽ കിടക്കുന്നുണ്ട്. എമർജൻസി വന്ന ആംബുലൻസ് അപ്പോൾ ഞാൻ കയറി കിടക്കും. മോഹൻലാൽ സിനിമയിൽ കയറി കിടക്കും, ഞാൻ തുറന്ന് കയറി കിടക്കും. ഡ്രൈവർ വണ്ടി, ആ ധൈര്യം എനിക്കുണ്ട്. പിന്നെ ഞാൻ ഡ്രൈവർ വരണം 1/2 മണിക്കൂർ പോയിട്ട് ഡ്രൈവർ വന്നിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല എന്നൊരു ഹോസ്പിറ്റലിൽ പറഞ്ഞു. അപ്പോഴും വിശ്വാസമില്ല. അപ്പോൾ ഈ ഫയൽ വേണം, എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫയൽ. എനിക്ക് അറ്റാക്കൊന്നും നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഫയലടക്കം എൻ്റെ ഭാര്യയോട് ഞാൻ വിളിച്ചു പോകാൻ, ഭാര്യ എന്താ ഈ ഫയൽ ഈ സമയത്ത് എവിടെ മൂപ്പര്? അപ്പോഴാണ് എൻ്റെ ഭാര്യ അറിയണേ ഞാൻ ഇങ്ങനെ സുഖമില്ലാതെ. പിന്നെ പറയാൻ ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അതെൻ്റെ ഒരു ധൈര്യമാണ്. വീട്ടിൽ അവിടെ ഹോസ്പിറ്റലിൽ വന്ന് ഭാര്യ കരയണോ ബന്ധക്കാർ കരയണോ ഒരു പ്രശ്നമില്ല. സംഗതി ഗ്യാസ് കരുതി എന്തോ പ്രശ്നമാണ്. സംഗതി 6-7 മണിക്കൂർ ഈ വേദന നിന്നു. അപ്പോൾ എന്താ വേദന വെച്ചാൽ ഇവിടുത്തെ ഡോക്ടർമാർ 2 ഡോക്ടർമാർ 2 ഹോസ്പിറ്റലും പരിശോധിച്ച് ഒരു കുഴപ്പവും കാണാനില്ല. പക്ഷേ ഭാര്യയോട് പറഞ്ഞില്ല എന്നുള്ളതാണ് വേദന. ഞാൻ പറയാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ കാരണം എൻ്റെ ഭാര്യ അവിടെ ഈ പുലർച്ചെ 5 മണിക്ക് വേദനിക്കണ്ട, അവൾക്ക് 6:30 പള്ളിയിൽ പോകേണ്ടതാണ്. ഇതെന്തായാലും നമുക്ക് വന്നോടത്ത് കാണാം. ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ എത്ര സ്വത്തുണ്ട്, എൻ്റെ മുതലുണ്ടെങ്കിലും ഞാൻ ഓപ്പണാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എനിക്ക് ഇത്ര രൂപയുടെ ആസ്തിയുണ്ട്, ഇന്ന കണക്കിലേക്ക് ആസ്തിയുണ്ട്. ഇത് ഞാൻ ഗവൺമെൻറ് കണക്ക് കൊടുക്കാൻ പോണതാണ്. എന്നുവെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ മുതൽ മുഴുവനും സത്യസന്ധമായതാണ്. എന്നുവെച്ചാൽ ഒരാൾക്കും അതിന് മുകളിൽ ഒരു അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ രീതി, ആ ഒരു എന്താ പറയുക ശൈലി. 1 രൂപ പോലും പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ, അതെന്താ പറയാൻ കാരണം വെച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരിൽ ഭൂരിപക്ഷവും ജോലി തൊഴിലും ഉള്ളവരാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ വിദേശ രാജ്യങ്ങളിലെ പോലെ. ഇപ്പം ഞാനാണ് ഇപ്പോൾ ഒരു MLA ജയിച്ചു വന്നു, അല്ലെങ്കിൽ വരും എന്ന് തന്നെ വയ്ക്കുക, ജയിച്ചു വരട്ടെ. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു ചിലവുകൾക്കും എനിക്ക് ഗവൺമെൻറ്റിൻ്റെ പൈസയോ മറ്റു പ്രതിഫലമോ പറ്റേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഓൾറെഡി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നടക്കുന്നത് ഇരിക്കുന്നത് എല്ലാം എൻ്റെ ചിലവിലാണ്. ഞാൻ ഇലക്ഷൻ നേരിടുന്നത് എൻ്റെ ചിലവിലാണ്. ഞാൻ ഒരാളുടെ സംഭാവനയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചോളം ഞാൻ MLA വന്ന് കിട്ടുന്ന എൻ്റെ സമ്പാദ്യം അത് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കുക. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി 55 വയസ്സായി എന്നുള്ള ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ഒരു മകനാണ്. അവൻ കഷ്ടപ്പെട്ട് ജോലി എടുത്ത് അവൻ ജീവിക്കുന്നത് ലണ്ടനിൽ സുഖമായിട്ട്. 15 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവൻ ജീവിക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് ജീവിക്കാൻ ഒരു പെട്രോൾ പമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഭാര്യയ്ക്ക് സൗകര്യങ്ങളുണ്ട്. പിന്നെ എന്തിനാണ് പണം? നമുക്ക് പണത്തിനോട് ഒരു പണത്തിനൊരു മൂല്യമില്ല അന്നത്തെ കാലത്ത്. സ്നേഹത്തിനും മൂല്യമില്ല, പണത്തിനും മൂല്യമില്ല. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എന്താ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ എൻ്റെ സ്വഭാവം അതാണ്. എനിക്ക് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടുള്ളതിൻ്റെ ഒരു വീതം എനിക്ക് മതി. ഇനി അങ്ങനെ വീതം വേണ്ട. അങ്ങനെ കുറേ വീതം കിട്ടുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവർക്ക് വീതം തന്നിട്ടും എനിക്കൊരു ഉപകാരമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സമ്പാദ്യം മുഴുവനും അത് MLA ഇൻസെൻറ്റീവ് എന്തെല്ലാം ഫെസിലിറ്റി എനിക്ക് കിട്ടുന്നുണ്ടോ, വണ്ടി അടക്കം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ വാക്കാണ്. അത് ഇവിടുത്തെ സാധാരണക്കാരെ കുടുംബത്തേക്ക് എത്തിച്ചേരും. അതെൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അങ്ങനെ തന്നെ മാറും. ഞാൻ ചോദിച്ചു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. പൊതുപ്രവർത്തകനായിട്ട് നിൽക്കാനാണെന്നുണ്ടെങ്കിൽ അത് ഒരു 5-10 ആണ്ടുകളുമായിട്ട് സജീവമായിട്ട് രംഗത്തുണ്ട്, ബിസിനസ്സിൽ ആക്റ്റീവായി നിൽക്കുന്നു. പിന്നെ ഈ ഒരു MLA എന്നുള്ളൊരു പദം കുറേയും കൂടി പിന്നെ ആ സ്ഥാനം ഇരിക്കുന്നത് എന്താഗ്രഹിക്കുന്നത്? ഇപ്പോൾ ജനങ്ങൾ സേവിക്കുന്ന ഓൾറെഡി ഐസക്കടെ ഇത്രയും വർഷമായിട്ട് മണ്ണാർക്കാട് മണ്ണിലുണ്ട് സജീവമായിട്ട്. പ്രതിഫലം പണവുമല്ല ലക്ഷ്യം. എന്താണ് പിന്നെ കുറേ കൂടി അതിന് പ്രയോറിറ്റി കൊടുക്കുന്നത്? ഈ മണ്ണാർക്കാട് മത്സരിക്കുക എന്നുള്ളത് മണ്ണാർക്കാടിനെ ഉദ്ദേശിച്ചിട്ടല്ല. എനിക്ക് ജയിച്ചു വരാൻ സാധിക്കുമെന്നുള്ളത് എനിക്ക് തോന്നിയ ഞാനത് എനിക്ക് വേണ്ടപ്പെട്ടവരോട് പറയുമ്പോൾ അവരത് മനസ്സിലാക്കണം. അവരിൽ പലവർക്കും ഞാൻ നിസ്സാരക്കാരനാന്ന് തോന്നുന്നു. അത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഇവിടുത്തെ പല വലിയ കസാരകളിൽ ഇരിക്കുന്നവർക്ക് തോന്നും അപ്പോൾ നമ്മുടെ കസാര അടിയിലല്ലേന്ന്. അവരെ കസാരയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്?
ഞങ്ങളുടെ കൂടെയുള്ളവരെ സഹായം കൊണ്ടാണ്. ആ സഹായത്തിലൂടെയാണ് അവരെത്തണേ, അല്ലാതെ അവർ വെറുതെ എത്തുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ കാഴ്ചപ്പാടിന് എൻ്റെ ഗിഫ്റ്റാണ് മണ്ണാർക്കാടുള്ള മത്സരം എന്നുവെച്ചാൽ നല്ലൊരു സഖാവ് അവർക്ക് നഷ്ടപ്പെട്ടു. ചിലപ്പോൾ അവർ പറഞ്ഞാൽ നല്ല സഖാവല്ല നാളെ പറയും, പക്ഷെ ഞാൻ നല്ല സഖാവെന്ന് എനിക്കറിയാം. എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിനെ ബോധിപ്പിക്കണ്ടോ. ഇപ്പം എന്നെ സ്നേഹിക്കുന്നോ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയണം. അതല്ലാത്ത ഒരാളെന്നോട് ചോദ്യം ചോദിക്കാൻ വരില്ല, ഞാൻ മറുപടി പറയാറുമില്ല. കാരണം എനിക്കിപ്പോൾ സ്ഥാനാർത്ഥിയാ പിന്നോട് ചില കുറേ എന്താ പറയുക കുറേ നിയമങ്ങളും വ്യവസ്ഥകളും പറഞ്ഞു അത് നടക്കില്ല. ഞാൻ എങ്ങനെയൊക്കെയാണ് MLA അല്ല ഞാൻ നടക്കുന്നത് പ്രവർത്തിക്കുന്നത് അതേപോലെ പോവുള്ളൂ. 1000 ഉറുപ്പിക എടുത്താൽ അവർ പൈസ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ കാണാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഞാൻ അധ്വാനിച്ച പൈസ എൻ്റെ പോകുന്ന ലിസ്റ്റിലൊക്കെ കൊടുക്കും. ഞാൻ ഇലക്ഷൻ മത്സരിക്കുന്നുള്ളത് എൻ്റെ ആവശ്യം, അവരെ തോൽപ്പിക്കുക എന്നുള്ളത് എൻ്റേത്. അത് ഞാൻ ഒരു പ്രോട്ടോകോൾ വെച്ചൊന്നും ഞാൻ പോവില്ല. എൻ്റെ കയ്യിൽ തെറ്റുണ്ടോ അത് തെറ്റ് കോടതിയിൽ വരട്ടെ, കാണിക്കട്ടെ, തെളിയിക്കട്ടെ. അത് എൻ്റെ ഒരു നിലപാട് അങ്ങനെയാണ്. ഇവിടുത്തെ പാർട്ടിക്കാർക്ക് ഞാൻ പോരാ എന്നുള്ളൊരു തോന്നലുണ്ട്. അത് നാളത്തെ പത്രം വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ ഇവരോടൊക്കെ മുട്ടാൻ കഴിവുള്ള ആളായിരുന്നോ എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം അവർക്ക് നാളെ കിട്ടും. ജനങ്ങളല്ല, ജനങ്ങൾ എല്ലാ വോട്ടർമാർ. ഇവിടുത്തെ കുറെ നേതാക്കന്മാരുണ്ടല്ലോ, അവരാണ് കണക്കൂട്ടലിന്റെ രാജാക്കന്മാര്, അവരാണ് എല്ലാം എന്നുള്ള കുറെ പ്രതീക്ഷയുള്ള കുറെ പേരുണ്ട്. അവർക്കൊക്കെ നാളത്തെ പത്രം വായിക്കുമ്പോൾ എന്തായിരുന്നു ഐസക് എന്നുള്ളത് നാളെ മനസ്സിലാവും. അവരുടെ കണക്കൂട്ടലുകൾ തെറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. ഈ മണ്ണാർക്കാട്ടുകാരനല്ല എന്നുള്ളത് എവിടെയെങ്കിലും പ്രതികൂലമായിട്ട് ബാധിക്കുമോ? അല്ല, ഞാൻ മണ്ണാർക്കാട്ടുകാരനാണല്ലോ. ഞാൻ ഒന്നാമത്തെ ഇന്ത്യക്കാരനാണ്. ഞാൻ ഇന്ത്യക്കാരനാണ്, കേരളത്തിൽ ജനിച്ചു വളർന്നവനാണ്. നമുക്കൊരു മണ്ണും പ്രത്യേകതയില്ല. നമ്മൾ ഇന്ത്യയിൽ എവിടെ കിടന്നാലും നമ്മുടെ നാടാണ്. ഇവർ പലരും ദേശസമിതിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ പെട്ട ആളല്ല. എന്നോട് അങ്ങനെ പാലക്കാട്ടുകാരനാണോ അല്ലേ എന്നൊക്കെ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ അവൻ്റെ കാര്യം തീരുമാനമാക്കിയിട്ട് ഞാൻ പോകുള്ളൂ, മറുപടി പറഞ്ഞിട്ട്. ഇവിടെ അങ്ങനെ ഒരു ഒന്നുമില്ലെന്നേ. നമ്മുടെ നാട്ടിലത്തവര് ഇപ്പോൾ ഇടുക്കി തന്നെ ഇല്ലെങ്കിൽ എറണാകുളത്ത് എടുക്കുക, എത്ര പേര് പാലക്കാട് എറണാകുളത്ത് വന്ന് ജീവിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എത്ര നമ്മൾ ഏതെല്ലാം സ്റ്റേറ്റുകളിൽ പോയി ജീവിക്കുന്നുണ്ട്, ഏതെല്ലാം ജില്ലകളിൽ പോയി ജീവിക്കുന്നുണ്ട്. നമ്മൾ അറബ് രാജ്യങ്ങളിൽ പോയി അവർ പറഞ്ഞാൽ മതിയില്ലേ എല്ലാ മലയാളികളും പോകാൻ. ഈ കാണുന്ന ഇവിടെ ഒരു 70% ആൾക്കാർ അഹങ്കാരം കുറയില്ലേ. നമ്മൾ അവരുടെ നാട്ടിൽ പോയി കഷ്ടപ്പെടുന്നില്ലേ. അപ്പം അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഇവിടെ ഭൂമിയിൽ ജനിച്ചു, ഭൂമിയിൽ എവിടെയും ജീവിക്കുക, നന്നായി ജീവിക്കുക, നല്ല ജീവിക്കാൻ മരിക്കുക. നമ്മളിപ്പോഴും മണ്ണാർക്കാടിനെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചേർത്ത് വയ്ക്കുന്ന ആവശ്യങ്ങളിലെ അട്ടപ്പാടി അല്ലെ മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. ബദൽ റോഡുകളാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ എന്നുള്ള രീതിയിലേക്കുള്ള ആക്രമണം കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പരിഹാരം എന്നുള്ള രീതിയിലേക്ക് എല്ലാ പ്രാവശ്യവും വാക്കുകളിൽ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രവൃത്തിയിൽ വളരെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നൊന്നും കണ്ടിട്ടില്ല. എങ്ങനെ ശരിക്കും ഇവിടുത്തെ MLA സംബന്ധിച്ചോളം അട്ടപ്പാടിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ്. ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുണ്ടാവും. ഫോറസ്റ്റ് അത് പറഞ്ഞു, ഫോറസ്റ്റ് അതിർത്തി തിരിച്ചു, ഫോറസ്റ്റ് ആ കല്ലെടുത്തു, ഈ കല്ലെടുത്തു, ഇതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. ഞാൻ അങ്ങനത്തെ സിസ്റ്റത്തിൽ പെട്ട ആളല്ല. കാരണം ഞാൻ എല്ലാം കണ്ടു അനുഭവിച്ചും പഠിച്ചതാണ്. ഒരാളും പറഞ്ഞു കേട്ട് പഠിച്ചതല്ല, എല്ലാം അനുഭവിച്ച് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവരെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. ഏത് രീതിയിലാണ് ഫോറസ്റ്റുകാരെ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സാധാരണക്കാരെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു പ്രത്യേക ഒരു ക്ലാസ് എന്നെ സംബന്ധിച്ചോളം ഒരു നാട് ഭരിക്കാനും വേണ്ട, അതിന് MLA ഭരിക്കാനും ഒരു കാര്യങ്ങൾക്ക് എനിക്ക് ട്രെയിനിങ് വേണ്ട. ഞാൻ ഇതിലൊക്കെ വിദഗ്ധത നേടിയ ഒരാളാണ്. പ്രത്യേകിച്ച് പറഞ്ഞേക്കാം, ഈ വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക് ബുദ്ധി കൂടുന്നു. ഞാൻ ആയ സ്ഥലത്ത് അതിൽ പെട്ടതാണ്. കാരണം ചില സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ചെറുപ്പത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞത് വേറെ ഒന്നും ഉണ്ടല്ലോ. എനിക്ക് വേണം വലിയ വിദ്യാഭ്യാസമൊക്കെ പറയാം, ഞാൻ പ്രൈവറ്റായിട്ട് കുറേ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ല, നമ്മളിങ്ങനെ ചില അക്ഷരങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്ത് വയ്ക്കും. അത് അവിടെ ചെന്നാൽ പറയേണ്ടതായിരിക്കും. 10 പ്രാവശ്യം മനസ്സിൽ പറയും, മറക്കാണ്ടിരിക്കാൻ. അത് പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമല്ല, എന്നാൽ വിദ്യാഭ്യാസം വേണം. ജീവിതാനുഭവങ്ങൾ എന്നുള്ള രീതിയിലേക്ക് കുറേ കൂടി ജീവിതാനുഭവത്തിലുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായികൾ എടുത്തോ, ഒരാളും 10 ക്ലാസ്സിൻ്റെ മേലെ ഒരു ഇഞ്ച് അങ്ങോട്ട് കടന്നുണ്ടാവില്ല. ഇവിടുത്തെ ഏത് വ്യവസായിക്കാൻ പറയാൻ പറ്റുക. പിന്നീട് അവർ സൗകര്യം കൂടുമ്പോൾ എല്ലാവരും പലതും പഠിച്ചെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ വ്യവസായം ഞാൻ അവരുടെ പേര് പറഞ്ഞത് മോശമല്ലേ ചേട്ടാ. ഞാൻ ബോംബെയിൽ ഉള്ള കാലത്ത് അവർ പലരും ഇന്നത്തെ ഇവിടുത്തെ വൻ കോടീശ്വരന്മാർ, അവർ ഞങ്ങളൊക്കെ ടങ്കറുമില്ല, ബിസ്റ്റിമില്ല, തേരുമില്ല എന്ന് പറഞ്ഞാൽ 3 ടൗണിൽ കിടന്ന് കളിച്ചു വന്നവരാ. ഞാൻ ചെറിയ കുട്ടി, അത് കുറച്ച് വലിപ്പം കൂടും. ആ ഒരു വ്യത്യാസം വെച്ചാൽ ഒരു 8 വയസ്സ് 10 വയസ്സിന് ഡിഫറൻസ്. ആ രീതിയിലുള്ള ഇന്നത്തെ ഏത് വമ്പന്മാരെടുത്താലും അവർക്കൊക്കെ എൻ്റെ പേരറിയും, ഐസക് എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ ഏത് മുതലാളിമാർക്കും അത് ഒന്നുകിൽ ഭയത്തിലായിരിക്കും,
അല്ല സ്നേഹത്തിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ നശിക്കാനുള്ള പ്രാർത്ഥന കൊണ്ടായിരിക്കും. ഈ 3 കാര്യത്തിലും ഇവിടുത്തെ എല്ലാ മൗലിമാർക്കും എന്നെ നന്നായിട്ട് അറിയാം. ഏതെങ്കിലും ഒരു രീതിയിലുണ്ടാവും അല്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും. നശിക്കാനാണെങ്കിലും ഏത് രീതിയിലും ഉണ്ടാവും. അത് അങ്ങനത്തെ ക്യാരക്ടർ ആയതുകൊണ്ടാണ്. ഉണ്ട്. ശരിക്കും ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും എതിർചേരിയിൽ നിൽക്കുന്നവരെ ഒരു പ്രതിപക്ഷ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ചോദിക്കുക, ശരിക്കും അങ്ങനെ മാതൃകാക്കം തോന്നുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, നേതാക്കന്മാർ? അല്ല, അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അവരുടെ പേരിപ്പോൾ പറയാൻ പറ്റില്ല. എനിക്ക് ഞാൻ ആരാധിക്കുന്ന പല നേതാക്കന്മാരും ഉണ്ട്. അവരുടെ പേര് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. കുറച്ച് ദിവസം മുമ്പായിരുന്നെങ്കിൽ 100 പറഞ്ഞു, ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും അങ്ങനെ തുറന്നു പറയാൻ തയ്യാറാവുമായിരുന്നു. ഞാൻ എന്റെ ഫേസ്ബുക്കും വാട്സപ്പും ഞാൻ ഇതൊന്നും മാറ്റിയിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്താണെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കാലത്തും എതിർചേരിയുള്ള മരണപ്പെട്ട നമ്മുടെ കേരള മുഖ്യമന്ത്രിനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാണ്. എൻ്റെ ഒറ്റ മൊഴി എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. കാരണം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ ഒരു വാക്ക് ശരിയല്ലെന്ന് ആ പരാതിക്കാരനായി ഞാൻ പറഞ്ഞു. അപ്പോൾ കോടതി എന്നോട് ചോദിച്ചാൽ എന്താ നിങ്ങൾ ഈ പരാതി തന്ന ഇത്രയും കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചു? സോളാർ കേസിൽ സരിതയുടെ മൊഴിയും മറ്റുള്ളതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നപ്പോൾ അതിലൊരു വാക്ക് കോടതി ഉമ്മൻചാണ്ടിനെ പറ്റി പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഞാൻ പരാതിക്കാരനാണ്, ബി പാർട്ടിയാണ് ആ കേസിൽ. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു കമ്മീഷന് മുന്നാലെ ഈ ഒരു വാക്ക് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അങ്ങനെ സംഭവം നടക്കില്ല. അതിന് കാരണങ്ങൾ എന്നാന്ന് പറഞ്ഞു. കാരണം ഞാൻ മുഖ്യമന്ത്രി ഓഫീസിൽ പോയിട്ട് ഞാൻ പല പേപ്പർ ഒപ്പിടിക്കാറുണ്ട്. ഞാൻ മൂപ്പർക്ക് എതിരായിട്ടുള്ള പരാതി വരെ ഞാൻ മൂപ്പരോട് ഒപ്പിടിച്ചിട്ടുണ്ട്. മൂപ്പർക്ക് അറിയില്ല ഈ ഒപ്പിട്ടായിരുന്നു മുഴുവൻ. മൂപ്പർക്ക് പേപ്പർ കിട്ടിയപ്പോൾ ഒപ്പിടണം, അത്ര ഉള്ളൂ. ഈ ഞാനാണ് മൂപ്പർക്കെതിരെ പരാതി കൊടുക്കുന്ന ആളെന്നും. എന്നാൽ അദ്ദേഹത്തിന് പി ശ്രീകുമാർ സാറിന് അറിയാം, ഇത് ഐസക് വർഗീസാണ്, തലവേദനയാണ് എന്നൊക്കെ അറിയും. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടി സാറിന് അത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് സരിത ഇന്നമാരി നിന്ന് ഫോട്ടോ എടുത്തു, ഇന്നമാരി നിന്ന് ഫോട്ടോ എടുത്തു, ഇല്ലെങ്കിൽ ഇന്നമാരിക്ക് പെരുമാറി, ആ കാര്യങ്ങളൊന്നും ഉമ്മൻചാണ്ടിൻ്റെ അടുത്ത് നടക്കില്ല. കാരണം അദ്ദേഹം അറിഞ്ഞിട്ട് അല്ല അത്. ഇപ്പോൾ ആരൊക്കെ കുറേ ബഹളം ഉണ്ടാകുമ്പോൾ ഞാനും പി സി ജോർജ് അദ്ദേഹവും തമ്മിൽ ഉമ്മൻചാണ്ടി റൂമിൽ ഒരു പ്രാവശ്യം വഴക്കുണ്ടായിട്ടുണ്ട്. സാക്ഷികളുള്ളതുകൊണ്ട് അത് പറയണേ. വർത്താനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹം ചെറിയ വർത്താനം, ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രി അവിടെ കാലിരിക്കുന്നുണ്ട്, ഇതൊക്കെ നോക്കുന്നുണ്ട്. ഞങ്ങൾ വഴക്കാണോ ഇനി സ്നേഹത്തിനാണോ എന്ന് മൂപ്പർക്ക് അറിയില്ല. ചുട്ട വഴക്കടക്കാണ് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ തമ്മിൽ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറുന്ന ഞാൻ കടുത്ത CPM തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പല കേസിലും കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു മൊഴി ഞാൻ പറഞ്ഞപ്പോൾ കോടതി അദ്ദേഹത്തിൻ്റെ വക്കീലും ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു എനിക്ക് ഉമ്മൻചാണ്ടിയോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. സോളാർ അഴിമതി അത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിലപാട് ശരിയാണ്. പക്ഷേ കോടതി പറയുന്ന ഈ ഒന്നുണ്ട് കമ്മീഷനിൽ പറയുന്ന കാര്യം, ആ പരാതിയിൽ ഇന്ന കാര്യങ്ങൾ അത് അദ്ദേഹത്തെ സംഭവിക്കുക. അപ്പോൾ ഞാൻ മൊഴി കൊടുത്തപ്പോൾ കമ്മീഷനത് മനസ്സിലായി. കമ്മീഷൻ പറഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് അറിയില്ല ഞാൻ ഐസക് വർഗീസാണ്. എനിക്കൊരു 30 പേപ്പർ അയാൾ ഒപ്പിട്ട് ആഴ്ചയിൽ 2 ഒപ്പിട്ടു അദ്ദേഹം. പക്ഷേ ആ ഒപ്പിട്ടായിരുന്നൊന്നും മൂപ്പരെ പരാജയം മൂപ്പരെ ഒപ്പിട്ടു. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത് അതിനെ തെറ്റാന്നുള്ളൊരു കീഴ് ചൂഷണം ചെയ്യുന്നതാണ് അതിനെ പറയാം, അതല്ലാതെ ഒന്നുമില്ല. പക്ഷേ സോളാർ കേസിൽ അഴിമതി നടന്നിട്ടുണ്ട്. അതിൽ പലരും അതിൽ ട്വിസ്റ്റിങ്ങുകളുണ്ട്. അതൊന്നും ഞാൻ ഈ ഒരു സമയത്ത് പറഞ്ഞത് ശരിയല്ല. പക്ഷേ ഞാൻ അതിൽ പരാതിക്കാരൻ എനിക്ക് പറയാം, പക്ഷേ ഞാൻ ഇത് ഒരിക്കലും പറയില്ല. ഈ ഇത്രയും വർഷമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളൊരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം ഇനി കേരളത്തിൽ അവിടെ സാധ്യതകളുണ്ട് എന്നുള്ളൂടി നമ്മൾ നോക്കുമല്ലോ. ഇപ്പോൾ നമുക്ക് ഇനി ഇവിടെ അങ്ങോട്ടൊരു ഫ്യൂച്ചർ എന്താണെന്നുള്ളത്. അത്തരത്തിൽ BJP രാഷ്ട്രീയം ഭയങ്കരമായിട്ട് സജീവമായിട്ട് ഇവിടെ ഇല്ല, സീറ്റുകളില്ല. സ്വാഭാവികമായിട്ട് നിയമസഭയിലേക്ക് വരുമ്പോൾ സമയത്ത് തന്നെ ഇവിടെ സീറ്റുകളില്ല. ലോക്സഭയ്ക്ക് കഴിഞ്ഞ വർഷം തൃശ്ശൂർ കിട്ടി, രാജഗോപാലിന് ശേഷം നിയമസഭയിലും വന്നിട്ടില്ല. അപ്പം ഒരു ഭയം തോന്നിയിട്ടില്ലേ എൻ്റെ ഈ തെരഞ്ഞെടുപ്പ് തെറ്റായി പോവോ എന്നുള്ളൊരു ചിന്ത വന്നിരുന്നു, ഒരു പുനർചിന്ത വന്നിരുന്നു? ഇല്ല, NDA സംബന്ധിച്ചോളം അവർ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചോളം അവർക്ക് അധികാരം കയ്യിലുണ്ട്. ഇവിടുത്തെ അധികാരം മാതിരിയുള്ള ഒരു സംവിധാനമല്ല. അവർക്ക് അവരുടേതായ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ കയ്യിലുണ്ട്. അവർ എല്ലാ സ്വാധീനങ്ങളും അവർ എല്ലാ ഇലക്ഷനും ഉപയോഗിക്കും. ആ ഉപയോഗിക്കുന്ന രീതിയിലും അല്ലാതെയും സാധാരണക്കാരുടെ ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ബൂത്തുകളിലും നിയോജകമണ്ഡലങ്ങളിലൊക്കെ അവർക്ക് വോട്ടായല്ലോ. അവരിപ്പോൾ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും അവർ 2ാം സ്ഥാനത്താണ് നിൽക്കണേ. ഇപ്പം മലമ്പുഴ 2ാം സ്ഥാനത്തല്ലേ, പഞ്ചായത്തിൽ പാലക്കാട് 2ാം സ്ഥാനത്തല്ലേ, ഏത് നിയമസഭ മണ്ഡലം എടുത്താലും എത്ര സ്ഥലങ്ങളാണ് അവർ 2ാം സ്ഥാനത്ത് എത്തുന്നത്. അവർ യുവാക്കൾ അവരിലേക്ക് എത്താണ്. അതെന്താ കാരണം അവരുടെ ടീം PR അല്ലെങ്കിൽ ടീം വർക്ക് ഇതൊക്കെ അവരുടെ ആ ഒരു എല്ലാവിധ ഭാഗങ്ങളുമായിട്ടാണ് അവർ ആ ജനങ്ങളിലേക്ക് ഇറങ്ങി തന്നത്.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജ്യസഭ റിജിയയിലും അവരുടെയൊക്കെ ആ ഒരു കോർഡിനേഷൻ അത് ഇന്നത്തെ തലമുറയ്ക്ക് പറ്റുന്നൊരു കാര്യമാണ്. അത് വെച്ച് അവർ ചെയ്യുമ്പോൾ അവർ സക്സസ് ആവുകയാണ്. ആ സക്സസിൻ്റെ പേരിൽ ഈ കേരളത്തിൽ പ്രാവശ്യം ഒരു സീറ്റ് പിടിച്ചു തുടങ്ങും. കേരളം അവർ ഭരിക്കും. എനിക്ക് അതിലൊരു ഭരിക്കാതിരിക്കുന്നൊന്നും തോന്നിയിട്ടില്ല. എത്ര വർഷത്തിൽ ഈ ഭരണം സംഭവിക്കുമെന്നാണ് കണക്കൂട്ടുന്നത്? അത് ഈ നിലക്കാണ് വലിയ താമസം ഉണ്ടാവില്ല. പക്ഷേ BJP-യിലും താഴെക്കെട്ടുള്ള കുറേ പ്രവർത്തകരൊക്കെ ഉണ്ട്. പക്ഷെ അത് എനിക്കറിയാം. പക്ഷേ BJP കേരളത്തിൽ ഭരിക്കുന്ന സാഹചര്യം വരും. അവർ ചില മാറ്റങ്ങൾ ഇനിയും സംഭവിക്കും. ആ മാറ്റങ്ങളിലൂടെ ചിലപ്പോൾ ഒരു പക്ഷേ കേരളം അവർ ഭരിക്കും. കാരണം നമ്മളെല്ലാ പെർസെൻറ്റേജ് എടുത്ത് നോക്കണല്ലോ. ഈ കേരളത്തിലെ മൊത്തം വോട്ട് പേരിനെ എടുത്ത് നോക്കിയാൽ മതി. അവർക്ക് അധികാരം പിടിക്കാനുള്ള ജില്ലകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അവർക്ക് പിടിക്കാൻ സാധിക്കാത്തത് അത് ഞാൻ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിലയ്ക്ക് ഞാൻ അതിലേക്ക് കടക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ പണ്ടേ പിടിക്കണ അവർ പിടിച്ചു തുടങ്ങിയല്ലോ. പഞ്ചായത്തിലൊക്കെ ഇപ്പോൾ അവർക്ക് മെമ്പർമാരുണ്ട്. ഒരു കൊടി പോലും കുത്താത്ത പഞ്ചായത്തുകളുണ്ട് BJP-യിൽ. ഇന്ന് കേരളത്തിൽ മുഴുവൻ ഒരു കൊടിയില്ലേ. അവർ പറഞ്ഞാൽ ആളായില്ലേ. ഇന്ന് സമരങ്ങൾ കൂടുതൽ നയിച്ച് കോൺഗ്രസിനായിട്ടും കൂടുതൽ പ്രതിപക്ഷത്ത് അവരാണ്. അപ്പോൾ അവർ ശക്തി പ്രാപിച്ചു വരികയാണ്. അതാണ് അവരുടെ സാധ്യത. ആ സാധ്യത അല്ലെ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും. കാരണം മറ്റുള്ളവർ ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പണത്തെ ആഗ്രഹിച്ചും പ്രലോഭനങ്ങളിൽ വീണൊക്കെ അവർ പെട്ടിരിക്കുകയാണ്. പക്ഷേ യുവതലമുറ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിലോട്ട് അത്ര തന്നെ പ്രാധാന്യം യുവതലമുറയ്ക്ക് രാഷ്ട്രീയം അറിയില്ല, രാജ്യത്തെ കുറിച്ച് അറിയില്ല. ഞാൻ യുവതലമുറ കുറ്റം പറയില്ല. കാരണം അവരെനിക്ക് വോട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ ഹരമാണ്. പക്ഷെ അതുകൊണ്ടല്ല, യുവതലമുറയ്ക്ക് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് അവരെല്ലാം യൂട്യൂബാണ്. എന്തെങ്കിലും ഒന്ന് അടിച്ചു നോക്കിയാൽ ഫോണിൽ നോക്കിയിട്ട് ഉത്തരം പറയണം. നമ്മളെ കാലത്ത് നമ്മൾ പഠിച്ചു നോക്കിയിട്ടാണ് ഉത്തരം. പക്ഷേ ഒരു പരിധിവരെ മുതിർന്ന നേതാക്കന്മാരും അതിനൊരു കാരണമല്ലേ രാഷ്ട്രീയത്തോടൊരു ഇമ്പം തോന്നാൻ. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് ആശയങ്ങളായിക്കോട്ടെ, കക്ഷി രാഷ്ട്രീയം ആയിക്കോട്ടെ, അതിലോട്ട് യുവജനത വരണം, അടുത്തൊരു തലമുറ വരണം എങ്കിൽ അത് വരുന്നില്ല എങ്കിൽ അതിനൊരു കാരണക്കാർ ശരിക്കും മുതിർന്ന നേതാക്കൾ കൂടിയല്ലേ? അല്ല, അത് എനിക്കറിയില്ല. ഇന്നത്തെ ഈ ചെറുപ്പക്കാരായ ഇന്നത്തെ യുവാക്കളെ സംബന്ധിച്ചോളം അവർക്ക് താല്പര്യമില്ല. കാരണം രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരാണ് ഒരു ചിന്തയിലാണ് അവർ വളർന്നു വരുന്നത്. അപ്പം അവർക്ക് ആ ചിന്തയിൽ നിന്ന് മാറ്റേണ്ട രാഷ്ട്രീയക്കാരാണ്. അതെങ്ങനെ മാറ്റണം? സ്വഭാവത്തിലൂടെ മാറ്റണം. സ്വഭാവം ആരുടെ മാറണം? രാഷ്ട്രീയക്കാരൻ്റെ മാറണം. അതൊരിക്കലും മാറിയിട്ട് ഈ ഇന്നത്തെ തലമുറ കാണാൻ പോകില്ല. ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം അവർക്ക് മാറ്റാൻ പറ്റില്ല. കാരണം അവരാ സുഖം അനുഭവിച്ചു പോയി. 12 കൊല്ലട്ടാലും അവർക്ക് രക്ഷയില്ല. കാരണം വെച്ചാൽ ആ സുഖത്തിൽ ജീവിക്കുകയാണ്. ആ സുഖം അവർ കയ്യിൽ നിന്ന് അവർ ഒരിക്കലും കളയില്ല. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഒരു ഭാവിയില്ല, ഒരു രാഷ്ട്രീയ ഭാവിയില്ല. പിന്നെ നമ്മളെ പോലത്തെ അപ്പന്മാരായിരിക്കണം. അപ്പന്മാരാണെങ്കിൽ മക്കളെ പഠിപ്പിക്കും. നമ്മുടെ പാർട്ടി ഇന്നതാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പാർട്ടി വലുതായി വന്നത്, ഇങ്ങനെയൊക്കെയാണ് ഇത് വന്നത്. ഇപ്പം എൻ്റെ മകൻ എന്നെ വിളിച്ച് പറഞ്ഞു, അപ്പച്ചൻ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ അപ്പച്ചനെ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ മകൻ, കാരണം മകനായിട്ട് അപ്പനായതുകൊണ്ട് വോട്ട് ചെയ്യണം എന്നില്ല, അപ്പനാ ചെയ്യില്ല. അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇപ്പോൾ 4 മാസം 5 മാസമല്ലേ ആയിട്ടുള്ളൂ. ഞാൻ എൻ്റെ മകനും മലമ്പുഴ പോയിട്ടാണ് വോട്ട് ചെയ്തത്. എൻ്റെ ഭാര്യ മാത്രമാണ് ഇവിടെ വോട്ട് ചെയ്തത് ഈ ഒറ്റപ്പാലത്ത്. കാരണം ഇവിടുത്തെ കാൻഡിഡേറ്റ് ഞങ്ങളുടെ ക്രിസ്ത്യൻ കാൻഡിഡേറ്റാണ്. അപ്പോൾ അവൻ വോട്ട് ചെയ്യണമെന്നുള്ളത് ധാർമ്മികമായ എൻ്റെ മര്യാദയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്കിവിടെ വോട്ടുണ്ടായിട്ട് പോലും ഞാൻ വോട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ മലമ്പുഴത്തെ വോട്ട് നിലനിർത്തി. കാരണം അവിടെ ആകുമ്പോൾ എൻ്റെ പാർട്ടിക്ക് ചെയ്യാലോ. ഇവിടെ ആകുമ്പോൾ എനിക്ക് അവനെ ചെയ്യാതിരുന്നാൽ എനിക്ക് വലിയ വിഷമവും. അപ്പോൾ അത് ചെയ്യാൻ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം ടെൻഷനാവും. എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് അവൻ വിദേശത്ത് വന്നിട്ട് വോട്ട് ചെയ്യാൻ അവൻ ജീവിതത്തിൽ ചെയ്യില്ല, അതെനിക്കറിയാം. ഭാര്യ അവന് പറഞ്ഞ അപ്പനും മോനും പറഞ്ഞല്ലേ. എന്തുകൊണ്ടാണ് അപ്പൻ സ്ഥാനാർത്ഥിയായിട്ട് പോലും വോട്ട് ചെയ്യില്ല എന്ന് മകൻ പറയുന്നതിന്? അവനെ വളർത്തി കടുത്ത CPM-മാരുടെ കൂട്ടത്തിലാണ് വളർത്തി. കൊടി പിടിക്കാൻ ഞാൻ വിട്ടിട്ടില്ല, ഒരു ജാഥയ്ക്ക് ഞാൻ വിട്ടിട്ടില്ലെങ്കിലും എൻ്റെ എല്ലാ കൂട്ടുകാരും CPM-മാരും മുറിച്ച മുറി കൊണ്ട CPM-മാരാ. അവൻ അത് കണ്ടു വലുതായി പോയി. അപ്പൊ അവൻ അപ്പനേക്കാൾ വലുതാണോ പാർട്ടി? അങ്ങനെയാണോ? അല്ല, അപ്പനായിട്ട് വലുത് പാർട്ടി എന്നല്ല, അവന് പാർട്ടിയുടെ അത്ര ഇഷ്ടമാണ്. അത് ഞാൻ വിചാരിച്ചപ്പോൾ മാറ്റാൻ പറ്റില്ല. പിന്നെ അവ അങ്ങനെ പറഞ്ഞാലും ഇപ്പോൾ ഒരു പക്ഷേ അപ്പനല്ലേ, അതിപ്പോൾ നമ്മൾ മകനല്ലേ എന്ന് ചിന്തിക്കാം. പക്ഷെ അവൻ എന്നോട് ഇന്ന് പറഞ്ഞാണ്, ഞാൻ നാട്ടിലുണ്ടെങ്കിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ അപ്പച്ചന് ഞാൻ വോട്ട് ചെയ്യില്ല. അതിനോട് യോജിക്കുന്നു, അതൊരു ശരിപക്ഷം ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ശരിയാണ്. വ്യക്തിയെ കണ്ടിട്ടാണ് വോട്ട് ചെയ്യേണ്ടത്, ആ വ്യക്തി നിലനിൽക്കുന്ന പാർട്ടിയെ കണ്ടാണ് വോട്ട് ചെയ്യുന്നത്. അവൻ പാർട്ടി എന്ന് പറഞ്ഞാൽ അവന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയങ്കര ഇഷ്ടമാണ്, മാർക്സിസ്റ്റ് പാർട്ടി. എന്നുവെച്ചാൽ അപ്പച്ചൻ വളർന്ന മതിയല്ലേ, അപ്പച്ചൻ അതിലൂടെ വളർന്നു വന്നതല്ലേ. അപ്പച്ചൻ എന്തിനും നമുക്ക് സീറ്റ് അധികാരം കയ്യിലില്ലേ. അപ്പച്ചൻ പറഞ്ഞ എല്ലാം നടക്കുന്നുണ്ട്, അപ്പച്ചൻ എല്ലാം നടത്താനുള്ള കഴിവുണ്ട്. ഇതൊന്നുമില്ല, അപ്പം നമുക്ക് ജീവിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ എന്തിനു വേണ്ടി അപ്പച്ചൻ പാർട്ടി മാറണം എന്നുള്ള നിലപാട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇവിടെ ഈ കള്ളന്മാരുടെ ഇടയിൽ ഒരാളിൽ നിന്ന് ചെറിയ പണികൾ കൊടുത്തിട്ട് വേണ്ടേ, നമ്മൾ നിന്ന് കൊടുത്തു തുടങ്ങിയാൽ നാളത്തെ പുതിയ തലമുറ
അതൊന്ന് കണ്ടുപഠിച്ച് മാറ്റം. ഇങ്ങനെയൊക്കെ കൊടുക്കാം എന്ന് പഠിക്കുള്ളൂ. അത് പഠിപ്പിക്കണമെങ്കിൽ നമ്മളെപ്പോലുള്ളവരേക്ക് ആരും രംഗത്തിറങ്ങണം. നമ്മൾ മാവ് നട്ട് വയ്ക്കുക, അവർ മാങ്ങ തിന്നട്ടെ. കാരണം ഇന്നത്തെ കാലഘട്ടം ഞാൻ എത്ര പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചിട്ടാണ്. എൻ്റെ പാർട്ടിക്കാർ പോലും ഷോക്കായിരിക്കുക. അവർ പുറത്തേക്ക് കാണിക്കില്ല. ഇല്ലെങ്കിൽ അവർ പലതും പറയാം, വിഷയ ലൈസൊക്കെ പോയെന്നൊക്കെ പറഞ്ഞാലും പലവരും ഷോക്കായിരിക്കുക. ഈ കുറേ കൂടി താരങ്ങളെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നു, ഇലക്ഷൻ്റെ മുഖമായിട്ട് മാറുന്നു, സ്ഥാനാർത്ഥികളായി മാറുന്നു. അതുവരെ കുറേ വർഷങ്ങളായിട്ട് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നവർക്ക് ചിലപ്പോൾ സീറ്റ് പ്രതീക്ഷിക്കുന്നവർ വരെ മാറി താരങ്ങൾ കയറി വരുന്നൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. യോജിപ്പാണോ വിയോജിപ്പാണോ? അത് വിയോജിപ്പാണ്. അതൊന്നും ഇപ്പോൾ ഏത് താരങ്ങളെ കൊണ്ടാലും ഇത് കേരളമാണ്. കേരളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ മമ്മൂക്ക വരെ നിന്നാൽ ചിലപ്പോൾ ജയിക്കില്ല ചില സാഹചര്യങ്ങളിൽ. നമ്മളിപ്പോൾ നാളെ വയനാട് പോയ പ്രശ്നം നമ്മൾ കണ്ടു. പാർട്ടി ഇടപെട്ട് വന്നു ഒതുക്കാൻ. ജില്ലാ സെക്രട്ടറിക്ക് അതാണ് CPM-നെ സംബന്ധിച്ചോളം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഒരു സിനിമാക്കാർ മുട്ടുമ്പോൾ ഒരിക്കലും മുട്ടരുതാണ് എൻ്റെ അഭിപ്രായം. കാരണം സിനിമ ഫീൽഡിലെല്ലാം സ്വാധീനം ഉണ്ടാവും. അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ സിനിമാക്കാരെ സംബന്ധിച്ചോളം ആ ഒരു നിമിഷങ്ങളിൽ മാത്രമാണ്. ഇപ്പം മന്ത്രിയോട് വിളിപ്പിക്കാൻ പറ്റും, ഒരു വണ്ടി റോഡിൽ വെച്ച് തടുത്ത ഒരു പ്രശ്നമായി പോലീസിനെ വിളിപ്പിക്കാൻ പറ്റും, അതൊക്കെ ചെയ്യാം. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരനെ തിരിഞ്ഞാൽ ചെറിയ പാർട്ടി ആയിക്കോട്ടെ വലിയ പാർട്ടി ആയിക്കോട്ടെ, അവൻ നമ്മളെ കട്ടിമ്പാളി സിനിമക്കാരൻ മടക്കും. അതെന്താ വെച്ചാൽ അത് അങ്ങനെയാണ്. കാരണം സിനിമക്കാരോടുള്ള ബഹുമാനം മതിപ്പൊക്കെയും മാക്സിമം പോയൊരു സെൽഫി വരെയാണ്. ഇനി സെൽഫിയിൽ നിന്ന് വിട്ടിട്ട് ചില ആരാധനയൊക്കെ ഉണ്ടാവാം, അതുണ്ടാവും. പക്ഷെ അതൊരു വികാരമായിട്ട് കേരളത്തിൽ ഇതാവില്ല. തമിഴ്നാട്ടിലൊരു പക്ഷേ നടക്കുമായിരിക്കും. കേരളത്തിലത്തെ ചെറുപ്പക്കാരെ അങ്ങനൊരു വികാരപരമായ ഒരു ഇതിൽ സിനിമക്കാരെ ഉൾക്കൊള്ളില്ല. എന്നാൽ സിനിമക്കാരെ ഉൾക്കൊള്ളുന്നവരുണ്ട് കേട്ടോ. ഇവിടെ ഇന്നസെന്റ് MP ആയിട്ടുള്ള നാട് കൂടിയാണ്. അല്ല, അതാ പറഞ്ഞത്, ഉൾക്കൊള്ളുന്നവരുണ്ട്. ഇന്നസെന്റ് MP ആയത് CPM ഇതൊന്നുകൊണ്ടാണ് പറഞ്ഞു. LDF-ന്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് നിന്നേ. താരമായതുകൊണ്ടല്ലാന്ന്. അതാ ഞാൻ നേരത്തെ ഏറ്റവും ഞങ്ങളെ പാർട്ടിയിലെ ഏറ്റവും ബന്ധമാണല്ലോ ശ്രീ മമ്മൂട്ടി. അദ്ദേഹം വയനാട് പോയിട്ടുണ്ടായ വിഷയത്തിൽ എന്തൊക്കെ ട്രോളുകൾ ഇറങ്ങിയത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചില്ലേ. രാഷ്ട്രീയ മുഖ്യമന്ത്രി പറയേണ്ടതൊന്നുമില്ല, ആവശ്യത്തെ നിൽക്കരുത്, എന്നിട്ടും നിന്നോ. കാരണം അതൊരു പാർട്ടി അണികളും സഹാക്കളും നേതാക്കന്മാരും അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ ഏത് പാർട്ടി ആയിക്കോട്ടെ അവരൊരു ബന്ധമാണത്. അത് തെറ്റും ശരിയല്ല പ്രശ്നം. അതൊരു ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഞങ്ങൾക്ക് കുറ്റം പറയാം, അവരുടെയൊക്കെ ഞങ്ങൾ കുറ്റം പറയും. അത് ആരെ സിനിമക്കാരില്ല, ഞങ്ങൾ നേതാക്കന്മാരെ ഏത് പാർട്ടിയിലായാലും. പക്ഷെ തിരിച്ച് വേറൊരാൾ പറഞ്ഞാൽ അത് നമ്മൾ ഉൾക്കൊള്ളില്ല. അത് രാഷ്ട്രീയ രീതിയാണ്. താരം ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, പാലക്കാട് ഇപ്പോൾ പിഷാരടി ജയിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. 100% ഒരു സാധ്യതയില്ല. അത് പിഷാരടിയുടെ കുഴപ്പം കൊണ്ടല്ല, പാലക്കാട് മൊത്തം ഒരു കൊളാക്കിയിട്ടത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു മുട്ടിയാണ്. ഇത് ജയിക്കാൻ സാധ്യതയില്ല. ഇല്ല, അത്രത്തോളം വിജയം അല്ല സുനിശ്ചിതമാണോ? ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ചോളം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ചെയ്യുന്നവരാ. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വർണം കൊണ്ടുവരുന്ന ആളെന്ന് വരെ ശോഭാജി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലതും ഞങ്ങൾ തമ്മിൽ വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കണവരാ. പക്ഷെ അതൊക്കെ രാഷ്ട്രീയമാണ്. അവർക്കൊരു കഴിവുണ്ട്. അവരെവിടെ മത്സരിച്ചാലും നിലവിൽ 50,000 വോട്ടിൽ കൊടുത്തൊരു 1,00,000 വോട്ടാക്കിയിട്ടുണ്ട്. മലമ്പുഴ സംബന്ധിച്ചോളം അവർക്കൊരു കഴിവുണ്ട്. ആ കഴിവ് അവർ ശക്തമാണ്. അതുകൊണ്ട് തന്നെ മലമ്പുഴയിൽ അവർ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ അത് തർക്കമില്ല. അത് 100% ഉറപ്പാണ്. പിഷാരടിക്കൊന്നും അവരെടുത്ത് പിടിച്ച് നിൽക്കാൻ പറ്റില്ല രാഷ്ട്രീയം പറഞ്ഞിട്ട്. 10 തമാശ പറയാം, 2 ചിരിപ്പിക്കാം, ഈ ചാനലിൽ വന്നിരുന്ന പല ഡയലോഗുകൾ പറയാം, അതൊക്കെ കത്തട്ടെ മൂളിപ്പൂന്ന് പറഞ്ഞതൊക്കെ ചെയ്യാന്നല്ലാതെ രാഷ്ട്രീയം പറഞ്ഞ വെയിൽ ചൂട് കൊള്ളുന്ന സംഭവമാണ്. അത് എളുപ്പമാവില്ല. കഴിഞ്ഞ ദിവസം മുൻമന്ത്രി തോമസ് ഐസക് തന്നെ പറഞ്ഞത് പിഷാരടിയെ കുറിച്ചിട്ട് കോമാളി എന്നുള്ള വിശേഷണമാണ്. പിന്നീട് ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഒരു കലാകാരന്മാരെ അത്തരത്തിൽ വിശേഷിപ്പിക്കേണ്ടതുണ്ടോ ശരിക്കും? അതില്ല. അല്ല, അങ്ങനെയല്ല. കല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പറ്റുന്നില്ല. കലാകാരൻ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കേണ്ട ആൾക്കാരാണ്. അതിപ്പോൾ എല്ലാവരും അംഗീകരിക്കണം. നമുക്കതിലൊന്നും എല്ലാം തർക്കമില്ല കേട്ടോ. കാരണം അതിപ്പോൾ എന്നോട് സിനിമ കാണാൻ പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. കാരണം അഭിനയിക്കണമെങ്കിൽ അതൊരു കഴിവാണ്. അത് എല്ലാവർക്കും കിട്ടുന്നൊരു കഴിവല്ല. അപ്പോൾ അതുകൊണ്ട് സിനിമാക്കാരുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം പറയാനില്ല. പിഷാരടി അങ്ങനെ തോമസ് ഐസക് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പറഞ്ഞ് മോശമായി പോയി. അതാണ് എൻ്റെ നിലപാട്. അങ്ങനെ വേണ്ട. അവൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ അനുഭാവിയാണ്. കോൺഗ്രസിൻ്റെ അനുഭാവി എന്ന നിലയ്ക്ക് അവൻ മത്സരിക്കാൻ യോഗ്യനാണ്, അത് സത്യമാണ്. പക്ഷെ മത്സരിക്കാൻ വന്ന സ്ഥലം രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞ സ്ഥലമല്ല, അതാണ് വിഷയം. ഏറ്റവും ഒടുവിൽ ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് ഐസക് വർഗീസ്
മണ്ണാർക്കാടിൻ്റെ MLA ആവണം? ഞാൻ മണ്ണാർക്കാടിൻ്റെ വികസനം മുൻനിർത്തിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. ഇതുവരെ ഉണ്ടായ മണ്ണാർക്കാടിൻ്റെ പരാജയം എന്ന് പറയുന്നത് ഇവിടുത്തെ MLAക്ക് ഇവിടെ ചെയ്തു കൊടുക്കേണ്ടതായ ഒരു കാര്യവും ചെയ്തു കൊടുത്തിട്ടില്ല. അദ്ദേഹം ഭരണകക്ഷിനെ കുറ്റം പറയണം. അത് ഒരിക്കലും എന്നെപ്പോലെ ആൾക്കാർ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം വെച്ചാൽ അദ്ദേഹം ഇപ്പം നാട്ടിൽ റോട്ടിലിരുന്ന് സമരം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 1000 ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന് നിൽക്കും. കാരണം അദ്ദേഹം MLA ആണ്, ഒരു പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ അട്ടപ്പാടിയിലത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിലൊക്കെ അദ്ദേഹം ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം അതൊന്നും ചെയ്തിട്ടില്ല പലതും. ഇനി ഞാൻ ജയിച്ച് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ജയിച്ച് വരട്ടെ. വന്നാൽ 15 കൊല്ലം ചെയ്ത് ഞാൻ 5 കൊല്ലം കൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് ഞാൻ MLA ജയിച്ച് വന്നാൽ അപ്പം തന്നെ ഒരു മെഡിക്കൽ കോളേജ് നമ്മൾ അട്ടപ്പാടി കൊണ്ടുവരും. ഞാൻ അഭിമന്യ പിതാവായിട്ട് ആ വിഷയം വളരെ കാര്യമായിട്ട് സംസാരിച്ചാണ്. ഒരു മെഡിക്കൽ കോളേജ് പിതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫോട്ടോസുകളൊക്കെ കണ്ടിരുന്നു. എന്താണ് പിതാവിൻ്റെ ഭാഗത്തുനിന്ന്? അല്ല, പിതാവിൻ്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയപരമായിട്ടല്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണ്. എന്നാൽ കുറേ സ്ഥലത്ത് പോയി ഡെയിലി വാദിക്കുന്നതല്ല അർത്ഥം. ഒരു വിഷയം ഉണ്ടായാൽ ഞാൻ ക്രിസ്ത്യാനികളൊപ്പം നിൽക്കും. അത് എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ മതത്തിൻ്റെ സ്പിരിറ്റ് അല്ലത്, എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ സഭയിൽ ആരെങ്കിലും കാര്യങ്ങൾ പറയാനുള്ളത് വേണം, ഇന്ന് എന്തെങ്കിലുമൊക്കെ വന്നാൽ നേരിടാൻ ആൾ വേണം. ഞാൻ അതിൽ പെട്ട ഒരാളാണ്. ആ ഒരു ധൈര്യം വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. അതാണ് എൻ്റെ ആ കാര്യത്തിലുള്ളൊരു നിലപാട്. ഉണ്ട്. അപ്പോൾ എന്തായാലും തുടക്കത്തിലേ പറഞ്ഞ പോലെ #, പോലെ മാറാത്തത് മാറും അല്ലേ? തീർച്ചയായിട്ടും മണ്ണാർക്കാടിലെ മാറ്റാൻ ഐസക് വർഗീസ് എന്ന വ്യക്തിക്ക് കൂടെ സാധിക്കും. ഒത്തിരി കാര്യങ്ങൾ മണ്ണാർക്കാടിലെ ഒരു പ്ലാൻ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ 5 കൊല്ലം കൊണ്ട് നടപ്പിലാക്കും. ബിസിനസ്സുകാരനായി ഞാൻ, അതും ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, അവിടുന്ന് ഉയർന്നു വന്നിട്ടുള്ള ബിസിനസ്സുകാരനായി ഞാൻ വരയ്ക്കുന്ന ഓരോ വരകളും അത് കറക്റ്റായിരിക്കും. അത് മണ്ണാർക്കാടിനെ വികസനത്തിലേക്ക് എത്തിക്കും. മണ്ണാർക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ ഏറ്റവും വലിയ ഹൃദയഭാഗമാണ്. സമ്പന്നരും പാവപ്പെട്ടവരും മാത്രം ജീവിക്കുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരും ഏറ്റവും കൂടുതൽ സമ്പന്നരും ജീവിക്കുന്ന ഏക ജില്ല പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ്. ഏറ്റവും കൂടുതൽ സമ്പന്നമുള്ള മണ്ണാർക്കാടാട്ടോ. അത് പാലക്കാട് ജില്ലക്കാരിലുള്ളവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ മാറ്റങ്ങൾ നടക്കും, മാറ്റങ്ങൾ സംഭവിക്കും. അതിനുള്ള എല്ലാവിധ രാഷ്ട്രീയ സാഹചര്യങ്ങളുമുണ്ട്. എന്നെ സഹായിക്കുന്നതിന് മുഴുവൻ എൻ്റെ ഒപ്പമുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് അനുകൂലമായിട്ട് വീഡിയോ പോസ്റ്റും എല്ലാം ഇട്ട് എല്ലാവരും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതൊക്കെ ഓട്ടായി മാറും. ഇന്നിപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ തന്നെ വീഡിയോ തകർക്കല്ലേ ഇന്ന് എല്ലാ യൂട്യൂബിലൊക്കെ ഇത് വെച്ചാലൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജയിച്ചു വരും. ജയിച്ചാൽ മാറ്റങ്ങൾ നടക്കും. ആ മാറ്റങ്ങൾ ഈ നാടിന് ഗുണമുള്ള മാറ്റങ്ങളായിരിക്കും. കാരണം എന്നെ സംബന്ധിച്ചോളം എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. അധികാരം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ചിലർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത്. എൻ്റെ ചിലവാണ് എല്ലാം. ഞാൻ ഇരിക്കുന്നതും ഇപ്പോൾ ഈ റൂമുകളെല്ലാം എൻ്റെ ചിലവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് ജനങ്ങളെ പൈസ വേണ്ട, പക്ഷേ ജനങ്ങൾക്ക് എന്നിൽ എന്ത് കിട്ടുമെന്നുള്ളത് ജനങ്ങൾക്ക് ഞാൻ ജയിച്ച് വന്ന കാണിക്കും, മനസ്സിലാവും. അതുമാത്രം അത് മറ്റു പല രാഷ്ട്രീയക്കാർക്കും ഒരു പാടാവും. അപ്പോൾ അന്ന് അവർക്ക് മനസ്സിലാവും, ഇങ്ങനെയൊക്കെ സമരം ചെയ്താൽ, ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാൽ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ പിടിച്ചു കൊണ്ടുവരാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കും. ഇനി ഒരു ടൈറ്റ് മത്സരം വന്ന് 1-2 സീറ്റിനൊക്കെയാണ് ഭരണം നിൽക്കണമെന്ന് കണ്ടാൽ മണ്ണാർക്കാടിൽ നിന്ന് ജയിച്ചു പോകണം. ഞാൻ മണ്ണാർക്കാടിനെ പൊന്നാക്കും എന്നേ പറയാനുള്ളൂ. കാരണം ഞാൻ പറഞ്ഞൊക്കെ കൊണ്ട് നടപ്പിലാവും. ഞാൻ മന്ത്രി ആവണമെന്നൊന്നും അതിനില്ല. നടപ്പിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, അധികാരങ്ങളിലുണ്ട്, എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലുണ്ട്, എൻ്റെ നിലപാടിലുണ്ട്, എൻ്റെ കാഴ്ചപ്പാടിലുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് എപ്പോഴും നോക്കുമ്പോൾ ശ്രദ്ധിച്ചറിയാം. ഞാൻ അതിൽ എൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട്, ഞാൻ എല്ലാവർക്കും ഒരേപോലെയുള്ള വ്യക്തിയല്ല, ഓരോരുത്തരും ഓരോ രീതിയിലാണെന്ന്. അതാണ് എൻ്റെ ക്യാപ്ഷൻ. അപ്പോൾ വരകളും കണക്കൂട്ടലുകളും ശരിയാവട്ടെ, മാറാത്തത് മാറട്ടെ, എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.